പ്രണയനില മധുരനില. അതിനകത്ത് എന്തുവാ നടക്കുന്ന ശിവനേ ശിവനെ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അല്ല, ഇതിപ്പോൾ എന്ത് പറയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്തുവാടെ പിള്ളേരെ അതിനകത്ത് നടക്കുന്നത്? നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ? അൽ ഡ്രാമ മൽ ഗുണാഞ്ചി അൽ ഡൂണ്ടും 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 നടക്കുന്നത് കണ്ടില്ലേ കുട്ടികൾ? പിന്നെ നീന അല്ല ഐറ്റം കിട്ടിട്ട് പോ. ആ വെട്ടടിച്ചപ്പോ മൊത്തത്തിൽ പോയി. തരാടി ആ ഇട്ടു. എത്തിയില്ല. നിങ്ങൾ വരാത്തോണ്ട് ഞാൻ തുടങ്ങാതിരിക്കുകയായിരുന്നു. ഒന്നും പറയാനില്ല കേട്ടോ. അതിഭീകരമായ നാടകീയ രംഗങ്ങൾ അതിനകത്ത് നടക്കുകയാണ്. അവൾ ലിപ്സ്റ്റിക് ഇടാൻ മറന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം വാരിയങ്ങ് തേച്ച്. എങ്ങനെയുണ്ട്? കടുകട്ടി ലിപ്സ്റ്റിക് വാരി തേച്ചത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ചേച്ചിക്കുട്ടി? അതായത് ഉത്തമ, അതിനകത്ത് നടക്കുന്ന പൂരം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഭയങ്കര ഡ്രാമയാണ് ആ പെണ്ണ് കാണിക്കുന്നത്. പക്ക ഡ്രാമ. കാര്യം, ചെറുക്കന് കിട്ടുള്ള കൊട്ട് എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തു. ചെറുക്കനെ കോഴിയാക്കാനുള്ള ശ്രമം. അവൻ അതിനകത്ത് തകർന്നിരിക്കുന്നു എന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ അവൻ അതിനകത്ത് തകർന്നിരിക്കുന്നതല്ല. അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവൻ്റെ വീട്ടുകാർ പറഞ്ഞ കാര്യം അവന് കൃത്യമായിട്ട് തലയിലായിട്ട് എടുത്തിട്ടുണ്ട്. താത്ത കരുതിയിരുന്നു അവൾ പുറത്ത് വരും. ഇവിടുന്ന് നീ കരുതിയിരുന്നു അവൾ പുറത്തിപ്പോൾ വരും. അവൾ അടിച്ചു വന്നാൽ പുറത്ത് വരത്തില്ല. അവൾ ഇനി കരഞ്ഞ് നാടകം നടിച്ച് അവൾ അതിനകത്ത് എടുത്തിട്ട് ആളുകൾ എടുത്തിട്ട് മേഞ്ഞാൽ പോലും KD ജാഫർ മോളെ തിരിച്ചു കൊണ്ടുവരില്ല. KD ജാഫർ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. KD ജാഫറിന് ഗപ്പും കൊണ്ട് മോള് വരണം. ഇരുന്ന് തിന്നാനുള്ള കാശ് മോളുണ്ടാക്കിക്കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്നൊരു തന്തയാണത്. 10-25 വയസ്സായ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കാതെ അവൻ ബിക്കോസി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൊച്ചലവലാതി എന്തോ പറയാനാണ്. താത്ത കരുതിയിരിക്കാൻ താത്തായ ഞോണ്ടാൻ. ശത്രു ആരെന്ന് മനസ്സിലാകാതെ ഒരു പതർച്ച എനിക്കുണ്ടായിരുന്നു. മനസ്സിലാക്കിയ ശേഷം പിന്നെ ഷെബീന കളിക്കണ കളി കണ്ടോളൂ. ഏതായാലും നീ എന്നെ അത് ഓർമ്മിപ്പിച്ചത് നന്നായി കേട്ടോ. കുറച്ച് അധികമായി ഇപ്പോൾ ഏതാണ് ഞാൻ ഇത്തിരി ഒന്ന് കുറച്ച് നോക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രശ്നം വരരുതല്ലേ. അതുകൊണ്ട് അതാണ് പോയിന്റ്. SRS പറഞ്ഞതാണ് പോയിന്റ്. ജാസ്മിൻ ഏഷ്യാനെറ്റിൻ്റെ ദത്തുപുത്രിയാണ്. അതൊന്നുമല്ല. പറയാമെന്നത് ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ പെണ്ണ് അതിനകത്ത് കിടന്നങ്ങ് നെഴുകയാണ്. അതായത് സിബിൻ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സിബിൻ എന്താ പറയുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത്, വ്യക്തിഹത്യ ചെയ്യപ്പെട്ടത് ഗബ്രിയാണ്. പിന്നെ ഇവള് കരയണ എന്തിനാ? പോയി ചേർന്ന ഉടൻ തന്നെ ബിഗ് ബോസ് ചോദിക്കുന്ന ചോദ്യവും അതാണ്. അല്ല, ഇത്ര കിടന്ന് കാണിക്കാൻ ഇവിടെ എന്ത് സംഭവിച്ചു? ആ ചോദ്യം തന്നെയാണ് എനിക്കും ചെയ്യടി. എന്തുവാടി, എന്തിനാടി കിടന്ന് വല്യം പറയിക്കൂലായിരുന്നു മോങ്ങണേ? ഒരു കാര്യമുണ്ട്, എന്തിനാ അവൾ കരഞ്ഞെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യത്തെ കുറേ ദിവസങ്ങൾ, പ്രത്യേകിച്ച് 1 മാസത്തോളം അവളായിരുന്നു അവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് അവൾക്ക് പെർഫെക്ഷൻ ഉണ്ടായതുകൊണ്ടോ അല്ല അവൾ മിടുക്കി ആയതുകൊണ്ടോ അല്ല. അവളുടെ അഹങ്കാരത്തിന് കൂട്ടായി, അത്യാവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ടായി ഗബ്രി കൂടെ ഉണ്ടായിരുന്നു. ഗബ്രിയും അവളും തമ്മിലുള്ള ആ യൂണിറ്റി, അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടാണ്. അതായത് അവർ രണ്ടും കൂടെ ഒന്നിച്ചക്രമിക്കും. ഒരാളെ പറഞ്ഞാൽ മറ്റേയാൾ കയറും, മറ്റേയാളെ പറഞ്ഞാൽ മറ്റേയാൾ കയറുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം സാധാരണ ബാക്കിയുള്ള പെണ്ണ്, ഇപ്പം ജിൻഡോ ഒരു പ്രാവശ്യമല്ലേ ജാസ്മിൻ്റെ കൂടെ കയറിയുള്ളൂ. ജിൻഡോ പിന്നെ കയറാത്തത് എന്താണ്? സത്യം പറയാലോ, എനിക്ക് നിങ്ങളെ തീരെ ഇഷ്ടമില്ലായിരുന്നു. വേണ്ടവനെ ഇഷ്ടപ്പെടേണ്ടടാ, കുഴപ്പമില്ല. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കും, എന്നിട്ട് നിങ്ങളുടെ സംസാരം കേട്ട് വെറുപ്പോടെ പെറുപ്പെറുക്കും. പക്ഷെ നിങ്ങൾ വേറെ ലെവലാണ്, പൊളിയാണ്. എനിക്ക് വയ്യ. താങ്ക് യു. ഇത് ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതായത് ജിൻഡോ അവളുമായി തർക്കം വെച്ചൊരു ദിവസം ഓർമ്മയുണ്ടോ? അന്ന് അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലായി വെറും കൂറയാണ്. ഇവളോടെ തർക്കം വെച്ച് കഴിഞ്ഞാൽ ഇവൾ പക്ക പറഞ്ഞോളെ. തന്തയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടോ? ഒരു ഇതുമില്ലാതെ. അല്ലെങ്കിൽ ഇവൾ കാരണം 2000 പോയിന്റ്സ് നഷ്ടപ്പെട്ടവർ അതിനെപ്പറ്റി സംസാരിച്ച് നിങ്ങൾ കണ്ടോ? ഒരു തെറ്റ് ചെയ്ത് ലാലേട്ടൻ പുറത്താക്കിയ പോലും ആളെപ്പോലും അവൾ സജസ്റ്റ് ചെയ്ത് അതിനകത്തേക്ക് കയറ്റുമ്പോൾ ഈ ബിഗ് ബോസ് അവൾക്ക് ഒപ്പോണൻ്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ അതിനകത്ത് കയറണ്ട. അവിടെ
അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി നമ്മളുടെ കയ്യിൽ തെറ്റുണ്ട്, നമ്മൾ ഉറച്ചു നിൽക്കണം. പിന്നെ അവൾ അകാരണമായി തന്നെ, ഞാൻ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, വേറെ കണ്ടിട്ടില്ല, അകാരണമായി തന്നെ നോറയെ ആക്രമിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം നോറയിലേക്ക് ഞാൻ വരാം കേട്ടോ. നോറ ഇന്ന് ഭയങ്കര ബോറായിരുന്നു, പക്ക വേസ്റ്റ് ആയിട്ടാണ് ഇന്നൊരു കളി കളിച്ചിട്ടുള്ളത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജാൻമണിയെ കൊടുത്തു, മതി, ഇനി കൂടുതൽ അങ്ങോട്ട് കിടന്ന് തള്ളിപ്പിടിക്കാൻ. അവൾ മാത്രമല്ല, ആ റൗണ്ടിൽ കിടന്ന് കറങ്ങാതെ വേറെയൊക്കെ ചിന്തിക്കാൻ പറയുക. നോറ ഇൻവിസിബിൾ ആണ് പലപ്പോഴും. ആകെ വിസിബിലിറ്റി കാണിക്കുന്ന ജാൻമണിയെ 2 കൊടുക്കാനാണ്. ജാൻമണി എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എവരി വൺ വിത്ത് ഹെർ ഓൺലി. പിന്നെ അതിൻ്റെ പുറത്തൊരു നുണ പറയുന്നത് ശരിയായ നടപടിയില്ല. തുപ്പൽ പുറത്ത് വീണമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല. അതൊക്കെ ഒരു നുണയാണ്. അത്രയും നുണയൊന്നും പറയേണ്ട കാര്യമില്ല. യെസ്, അവൾ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് എഫക്റ്റഡ് ആണ്, പക്ഷെ അതിൽ കൂടുതലൊന്നും വേണ്ട. അത്രയേ ഉള്ളൂ. ഗബ്രി അതിയാതെ കളിക്കുവാനാണ് എന്നാണോ? പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഗബ്രിയെ കണ്ടിട്ടുണ്ടാവും, അവൈലബിൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടാകും. ജാസ്മിനെ കുറച്ച് ഡീറ്റെയിൽസ് യൂട്യൂബിൽ നിന്നും ഉണ്ടാകും. ഇല്ല, ഗബ്രിക്ക് ഈ കഥ അറിയത്തില്ല, ഗബ്രിക്ക് ഈ ബാക്കിയുള്ള കഥ അറിയത്തില്ല. സിമ്പതി ആയിരിക്കും നല്ല പെങ്കൊച്ചിന്. ഞാനായിരിക്കും അവൻ്റെ മുമ്പിൽ ചിലപ്പം ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് പറയും. ഇപ്പം മിക്കവാറും മിക്ക യൂട്യൂബേഴ്സും എടുത്തു വെച്ച് പറഞ്ഞത് ഞാനായിരുന്നു കുഴപ്പമൊന്നുമല്ലേ, ഞാനാണ് ആ കൊച്ചിൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ സിംഹിണി എന്നുള്ള രീതിയിലായിരുന്നല്ലോ പെരുമാറ്റവും വർത്ത. അത് തന്നെയാണ് അവൾ കൊടുത്തിട്ടുള്ളത്. അവൾ പിന്നെ നമ്മുടെ സീക്രട്ടിനോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സീക്രട്ടിനോട് ചോദിച്ചതാണ്, ഇതൊക്കെ പുറത്തറിഞ്ഞോ? ഏത് അഫ്സലിന്റെ കാര്യം പുറത്തറിഞ്ഞു എന്ന്. അതായത് വിവാഹ നിശ്ചയത്തിന് അവനെ നിർബന്ധിക്കുകയും വീട്ടിൽ വന്ന് നിശ്ചയം നടത്താൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്ത അവൾ ഈ വിവരം പുറത്തു വിടാതിരിക്കുന്നത് അഫ്സൽ പറഞ്ഞിട്ടാണെന്നാണ് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് അല്ലേ? എന്നാൽ അഫ്സലല്ല, അത് ജാസ്മിൻ തന്നെയാണ് പുറത്തു വിടാത്തത്. കാരണം അത് പുറത്തു വിടണ്ട എന്നുള്ളതാണ് അവളുടെ ഇത്. ഫിക്സായി വിവാഹം ആകുമ്പോൾ അറിഞ്ഞാൽ മതി. പുറത്തു വിട്ട് കഴിഞ്ഞാൽ ആളുകൾ തെറ്റിക്കും. എങ്ങനെ തെറ്റിക്കും? ഈ കല്യാണം മുടക്കിയുള്ള നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവളുടെ യഥാർത്ഥ ക്യാരക്ടർ പോയി അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. റൂമർ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ആ ടാലി ആകാത്ത ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അതും പ്രശ്നമാണ്. എന്തായാലും അപ്പുറത്ത് നിൽക്കുന്ന പയ്യന്മാർ, ഒന്ന് സിയാദ് ജിന്ന്, 2 മുന്ന, ഇവർ 2 പേര് എന്തായാലും കുറേ അധികം നാൾ ഇവളുടെ വുഡ് ബി എന്നുള്ള ഫിയാൻസിയെ എന്തൊരു കുന്തോ, അതിൻ്റെ ഇംഗ്ലീഷൊന്നും എനിക്കറിയത്തില്ല, വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് അവർക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, ഒരു നിരാശ, അത് അവർ കാണിക്കുക തന്നെ ചെയ്യും. ഇവൾ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി തന്നെയാണ് അവർ 2 പേരും ഉൾക്കൊണ്ടത്, സിയാദായാലും ഇവരായാലും. കാരണം ടാങ്കോ ആപ്പിലാണെന്നും ടാങ്കോയിൽ കിടന്ന് കാണിച്ച പെണ്ണാണെന്നും ഒക്കെ പെർഫെക്റ്റ് അറിയാവുന്ന ഒരാളാണ്. ഇവളുടെ ഉള്ളിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലിന്റെ വീട്ടുകാർക്ക് സമ്മതമില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ല മികച്ച ഒരു പയ്യനെ എനിക്ക് കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പേക്കൂത്തൊക്കെ കാണിച്ചിട്ടും ഉണ്ടാവുക. എനിവേ, അവൻ വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും അവൻ ഇവളെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ക്യാരക്ടർലെസ് ഇഡിയറ്റ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അത്രയ്ക്ക് റോങ് ആണ് അവള്. അവൾ നാടകം കളിക്കുകയാണ്. ഗബ്രിക്ക് സപ്പോർട്ട് കൂടിയാൽ ഇവൾ വേസ്റ്റ് ആവോ പേടിയുണ്ടാവും. ഇപ്പോൾ ഇവ കാണിക്കുന്ന നാടകം ഇപ്പോൾ സിമ്പതി പിടിച്ചു പറ്റുക ഇല്ല. ഇതല്ല, നാടകമല്ല, ഇത് റിയാലിറ്റി തന്നെയാണ്. അവൾ കരയണതൊക്കെ റിയലി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവൾ ഈ കരയുന്നത് ഗബ്രിയുടെ സ്പേസ് നഷ്ടപ്പെടും എന്നുള്ളത് വാസ്തവം. പക്ഷെ ഗബ്രിക്കാണ് മെഡിസിനും സൈക്കാട്രിസ്റ്റിനെയൊക്കെ ആവശ്യമുള്ളത് ഗബ്രിക്കാണ്. ഈ ഒരു ഭാഗം അവൾ സ്കോർ ചെയ്യുന്നതിൻ്റെ റീസൺ നിങ്ങൾ ആ ബാക്കിയുള്ളവരെ കാണുന്നില്ലേ, സഹമത്സരാർത്ഥികളെല്ലാം അവർക്ക് എഗൻസ്റ്റ് ആണ്. എല്ലാവരും അവർക്ക് എഗൻസ്റ്റ് ആണ്. അപ്പോൾ അവരെ കളിയാക്കുന്നത് അത് അവൾക്ക് അങ്ങോട്ട് ടോളറേറ്റ് ചെയ്യാൻ വയ്യ. അതിൻ്റെ കൂടെ ബിഗ് ബോസും കൂടെ ചേർന്ന് നിൽക്കുന്ന കാണുമ്പോൾ അവൾക്ക് പറ്റുന്നില്ല. അവളല്ല അത് അവൾ അഭിനയിച്ച് തള്ളുക തന്നെയാണ്. അതായത് ഒരു വൃത്തികെട്ട ഫോമാണ് അവളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ ഒരു പരിധിക്കെങ്കിലും, ഒരു പൊടിക്കെങ്കിലും ആ ചെറുക്കനോടൊരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ സിമ്പതി വേണ്ടത് ഗബ്രിക്ക് തന്നെയാണ്. ഇപ്പോൾ ഗബ്രിയാണ് ചേർത്ത് പിടിക്കേണ്ടത്. എനിക്കതിനകത്ത് സിബിനോട് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. വ്യക്തികളെ മനസ്സിലാക്കി കറക്റ്റ് ടൈമിൽ പോയി പെർഫോം ചെയ്യാൻ സിബിനോളം കഴിവ് വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹായ്, ഐ ആം മയൂക. ആയിക്കോട്ടെ ചേച്ചി. പൂജപ്പുര മോഹനം ഫാൻസിനെ കുറിച്ച് വല്ലതും പറയില്ല. എനിക്ക് 2 പേരെയും ഇഷ്ടമാണ്. ഗുഡ് കോംബോ, നല്ല കോംബോ തന്നെ. തുടർന്ന് പോകുന്നതാണ് ഇനി സേഫ്. പുറത്തു വന്നാൽ അവൻ ഉണ്ടാകത്തില്ല ചേച്ചി. ആ പയ്യൻ സൂയിസൈഡ് ചെയ്യാതിരുന്നാൽ മതി. അത്രയ്ക്കൊന്നും പോകത്തില്ല. പക്ഷെ അവൻ കംഫർട്ടല്ല. അവൻ കേട്ടതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ കൊണ്ടുവന്ന, അതായത് ഇവർക്ക് 2 പേർക്കും അറിയാലോ ഇത് എങ്ങനെയാണ് പുറത്തേക്ക് ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായി അവന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അതൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറയണതും അവൻ കേട്ടു. അവന് ജാസ്മിനോടാണ് ദേഷ്യം വന്നിട്ടുള്ളത്, വേറെ ആരോടുമല്ല. അത് അവൻ ആ വാഷ്റൂമിൽ ഏരിയയിൽ പോയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് നിന്നെ കൂടുതൽ പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ല, മാറി നിൽക്കി എന്നവൻ പറയുന്നിടത്ത് അവൻ്റെ ടാർഗറ്റ് ജാസ്മിൻ തന്നെയാണ്. അതവൻ മുമ്പേനെ പറഞ്ഞു, എന്നെ ചീത്തയാക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ
ഞാൻ നിന്നോട് വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നു. മോങ്ങുന്നതാണ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ റിയാക്ഷൻ വേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലാണ് അവനുള്ളത്. അവന് മനസ്സിലാകുന്നില്ല. അവൻ നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്. സിബിൻ അത് കുറച്ചുകൂടെ എടുത്ത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. സിബിൻ അത് പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ സത്യം പറഞ്ഞാൽ ഈ പെണ്ണിന്റെ അടുത്ത ട്രാപ്പിൽ പോയി വീഴും. ഇതിൻ്റെ ഇടയ്ക്ക് സ്കോർ ചെയ്യാൻ റസ്മിൻ കിടന്ന് ഡയലോഗ് അടിക്കണത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അവളൊരു പക്ക ഫ്രോഡ് പെണ്ണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് റസ്മിൻ. കാരണം ഉള്ള അവസരത്തിൽ ഒന്ന് തൊടാ പിടിക്കുക, ഞെക്കുക, കെട്ടിപ്പിടിക്കുക, ഇതാണ്. എന്തുവാ ഇത്? പ്രണയം, സ്നേഹം, സൗഹൃദം എന്നൊക്കെ പറയണ കെട്ടി പിടിച്ച് ഇങ്ങനെ ഇതാണോ? എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ എന്തൊരു പ്രേമ സ്നേഹമാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പോൾ അവൾ കാട്ടിക്കൂട്ടുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചിന്തിച്ചോ? അവൾ അവിടെ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അഫ്സലിനോടാണ്. ഇനി ഗബ്രിയെ കിട്ടിയില്ലെങ്കിലും അഫ്സലിനെ കിട്ടിയാൽ മതി. ഒരിക്കലുമല്ല. അവൾ അഫ്സലിന് വേണ്ടിയിട്ടോ ഗബ്രിക്ക് വേണ്ടിയിട്ടോ അല്ല ഇപ്പം കളിക്കുന്നത്. ഇപ്പം കളിക്കുന്നത് സിമ്പതി ആയിട്ട് കാണിച്ചാൽ മാത്രമേ. ഇപ്പോൾ ബാക്കിയുള്ള റൂംമേറ്റ്സിന്, അവിടെയുള്ള ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവളോട് സിമ്പതി തോന്നണം. അവളെ ആക്രമിക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കണം. ഒരിക്കലും നടക്കത്തില്ല ജാസ്മിനെ. അവർ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് നിന്നെ. കാരണം 1 മാസത്തോളം നിന്നെ അവർ സഹിച്ചു, ടോളറേറ്റ് ചെയ്തു. അവർ അത്രത്തോളമായിരുന്നു അവൾ അരഗൻസ്. എന്തുവായിരുന്നു അഹങ്കാരം! തകർക്കുമല്ലായിരുന്നു അവിടെ കടന്നിട്ട്. എല്ലാവരെയും മൈൻഡ് ഗെയിം ആയിരുന്നു എല്ലാവരെയും. എനിക്ക് ഇമോഷണലി ഒരാളെ തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിമിഷം തീർത്തിരിക്കുന്നു പറഞ്ഞാൽ അവൾ എവിടെ നിൽക്കുന്നു? അവൾ ആരോട്? അവളുടെ ഏറ്റവും വലിയ എതിരാളിയിൽ ഒരാളായിരുന്നു സിജോയും റോക്കിയായിരുന്നു അവളുടെ എതിരാളികൾ. അവർ തമ്മിൽ തല്ലിച്ച് അവർ അങ്ങ് പുറത്തേക്ക് വന്നപ്പോൾ അവൾ റിലാക്സ് ആയി. സിജോയ്ക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. സിജോ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്ന് ചോദിക്കുമ്പോഴും ഈ സൈക്കോ പറഞ്ഞ എന്താണെന്ന് ഓർമ്മയുണ്ടോ? അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് അവിടെയുള്ള ഒരാളെയും അവൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ഗബ്രിയെ പോലും. ഗബ്രി ഒരു മെറ്റീരിയൽ മാത്രമാണ് അവൾക്ക്, വിൻ ചെയ്യാനുള്ള മെറ്റീരിയൽ. അത് ആ ചെറുക്കനിക്ക് ഇന്നലെയാണ് മനസ്സിലായത്. ആ പയ്യൻ അത് മനസ്സിലായിട്ടുണ്ട്. ബിഗ് ബോസും ലാലേട്ടനും എല്ലാം കാണിക്കുന്നത് തെറ്റാണ്. ജാസ്മിന് മാത്രം ഇത്ര പരിഗണന. അവൾ കരഞ്ഞു മെഴുകിയപ്പോൾ കൺഫർമേഷൻ റൂം റെസ്റ്റ് റൂം ആക്കി കൊടുത്തു. ഗബ്രിയും മെന്റലി വീക്കാണ്. ഗബ്രിക്ക് സൈക്കോളജിസ്റ്റിനെ കൊടുക്കും, കാരണം അത് നെസസറിയാണ്. പക്ഷെ ഇവളെ പോലെ കിടന്ന് അലറി വിളിക്കുന്നില്ലല്ലോ. അവൾ അലറിയല്ലേ വിളിക്കുന്നേ. ഇത് ക്യാമറയിൽ എടുക്കുകയല്ലേ, ബാക്കിയുള്ളവർ കാണുകയല്ലേ, കിടന്നങ്ങ് അലറുമല്ലേ. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റണില്ല, എനിക്ക് വയ്യ, ആന കോന ചേന. എന്തിനാണ് മൈക്ക് എടുത്തിടാൻ പറഞ്ഞത്? ഈ രണ്ട് പ്രാവശ്യം 3 വീക്കോളം 2000 ഇത് പോയിന്റ് വെച്ചാണ് ഇവർക്ക് പൈസ കുറഞ്ഞത്. അവിടെയുള്ളൊരു പട്ടിണി കിടക്കുകയാണ്. ബാക്കിയുള്ളവരുടെ വീട്ടിൽ കുടുംബം ആൾക്കാരുള്ളതാണ്. നമ്മളും ഒക്കെ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. അവർക്കൊക്കെ ഫുഡ് നിഷേധിക്കുകയാണ്, ഉപ്പ് നിഷേധിച്ച്. എന്തിനു ഉപ്പ് നിഷേധിച്ചത്? ഉപ്പില്ലാത്ത ആഹാരം നിങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റും, എന്നെ കൊണ്ടൊക്കില്ല. ഞാൻ അപ്പം തന്നെ കിറ്റ് ചെയ്ത് ഇറങ്ങി വരും. എന്തെന്ന് ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്താൽ ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ഉപ്പൊക്കെ നിഷേധിക്കാന്ന് പറഞ്ഞാൽ മനുഷ്യന് എന്തെല്ലാം പ്രോബ്ലം വരും അതുകൊണ്ട്. ആന കോന ചേന. ചേച്ചി പൂജപ്പുര മോഹൻ ഫാൻസിനെ കുറിച്ച് വല്ലതും പറയാമോ? ഇപ്പം പറയാം. പറഞ്ഞിട്ടുണ്ടേ പോരെ. അപ്പോൾ അട്ടർ ഫേക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫേക്ക്. അത് ഇന്ദു കറക്റ്റാണ് പറഞ്ഞത്. വീണ്ടും അത് എഴുതിയിടുന്ന അത് കൊള്ളാമല്ലോ. കളഞ്ഞിട്ട് പോയില്ലേ? ചേച്ചിയെ കാണാൻ രസവുമില്ല. അയ്യോ കഷ്ടം. ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇന്നിപ്പോൾ തന്നെ പോയി സൂയിസൈഡ് ചെയ്യട്ടാണ്. ദാറ്റ്സ് ട്രൂ. എവരി വൺ ബ്ലെയിംഡ് യു, ബട്ട് നൗ എവരി വൺ നോ ജാസ്മിൻ ബാഡ് ഗേൾ. അലറി വിളിച്ചില്ലെങ്കിലും അഫ്സൽ കൺവിൻസ് ആവും. നോക്കിക്കോ, അത് ഒരു പൊട്ടൻ ചെറുക്കനാണെങ്കിൽ കൺവിൻസ് ആവും. അഹങ്കാരം പിടിച്ച പെണ്ണ്. സത്യം വെറുത്തുപോയി. ഇത് വേറൊന്നും അല്ല. പിന്നെ ജിൻഡോ കളിയാക്കിയത്, അവിടെ ഉള്ളവരെല്ലാവരും കൂടെ കൂക്കി വിളിച്ചത് അവൾക്ക് നന്നായിട്ട് കൊണ്ടു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. കഴിഞ്ഞ 1 മാസമായിട്ട് അവളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരണം നിർത്തി. ആ ഭരണത്തിന് ഒരു തടയായി. മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലായി ഇവളാണ് കള്ളി, ഇവളെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ മനസ്സിലാക്കുക. അവളൊരു പാവം ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല. അവൾ എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ഒരാളെ അവൾ വിട്ടിട്ടില്ല. അവളെപ്പറ്റി എന്തെങ്കിലും ഒരു മോശം ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് കൊണ്ട് നടന്ന് ചെയ്യും. ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റുന്നത് എന്താണെന്നറിയാമോ? കടപ്പുറം കാക്കാത്തി ഇല്ലേ? കടപ്പുറം കാക്കാത്തി പോകുന്നതിന് മുമ്പേ അവളെ വിളിച്ചിട്ട് ഷോറി മഞ്ഞിച്ചോ എന്ന് പറയുമ്പം കാക്കാത്തി 9 ദിവസം അവിടെ നിന്ന് നക്കിയിട്ട് പോയ കാക്കാത്തി അവിടെ ഇരുന്നുകൊണ്ട് ഇവക്ക് സ്പേസ് കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ ഫോൺ വിളിച്ചിട്ട് തെറി വിളിക്കുകയാണ്. അപ്പോഴേ എനിക്ക് വോയിസിലൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ഇല്ല, ജാസ്മിൻ തന്നെയാണത് പറയണേന്ന്. മുഴുവനൊന്നും ഞാൻ കേട്ടില്ല. പച്ചത്തെറിയാണ് എന്നെ പറഞ്ഞത്. അതിനകത്ത് പച്ചത്തെറി. അവള് പൈസ കൊടുത്ത് ചാനൽ പൂട്ടിച്ചു. എന്നെ പറയാവുന്ന തെറി എത്രയും പറഞ്ഞു. ഈ സായി തൊട്ട് ഇങ്ങേറ്റ എല്ലാവർക്കും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്ത് ഈ പറയണ ഉണ്ടച്ചിയെ കൊണ്ടും എല്ലാവരെ കൊണ്ടും പച്ചത്തെറി വിളിപ്പിച്ച് എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാനുള്ള എല്ലാ ഡ്രാമയും കളിച്ചിട്ട് പോയ അവക്ക് ഇത് വരുമ്പോൾ
എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സീരിയസ്ലി ഇത് എനിക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. കർമ്മയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ, സത്യമായിട്ടും ഇത് എനിക്ക് വേണ്ടി കിട്ടിയ ഒരിതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ കൊപ്പും കൊണ്ടുപോയാലും നീ എന്തൊരു കോക്കനായിട്ട് കൊണ്ടുപോയാലും നീ എന്ന കള്ളിയെ പുറം ലോകത്തിന് മനസ്സിലായല്ലോ, അത്രേ എനിക്കുള്ളൂ. അവള് വെറും കള്ളിയാണ്. ഈ കാണിക്കുന്ന നാടകം ഇനി എവിക്ഷനി വരാതിരിക്കാനും പിന്നെ ഇനി അവിടെ മാസ്റ്റർ പ്ലേ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ബിഗ് ബോസ് കാണേണ്ടത്. ഇതുവരെ കണ്ടതൊക്കെ ഫേക്ക്, ഇനിയാണ് റിയാലിറ്റിയോടുള്ളത്. സൂപ്പറായിട്ട് ഇനി കളി കാണാം നമുക്ക്. ഇവൾ അവിടെ നിന്ന് പോകുമെന്നാണ് പറയണത്. പേടിപ്പിക്കുന്നതാണടേ. അവൾ എവിടെയും പോകാൻ പോകുന്നില്ല. ആൻഡ് അവളൊരു കണ്ടന്റേ അല്ല. അത് ബിഗ് ബോസിന് ഇപ്പം തന്നെ മനസ്സിലാകും. ബാക്കിയുള്ള എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞ ഇത്രയും പ്രഷർ ഉണ്ടായിട്ടും ബാക്കിയുള്ളവർ എല്ലാവരും അതെടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ടോ? ബിക്കോസ് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ശ്രീരേഖ പറയുമ്പോൾ ശ്രീരേഖ എടുത്ത് എവളെന്താ പറഞ്ഞേ? എൻ്റെ ഗബ്രി കൂടെ ഇരിക്കുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അസൂയാണെന്ന്. ഒന്നുമില്ല, അവർ പ്രായത്തിനൊരു റെസ്പെക്റ്റ് കൊടുത്തൂടെ? ഇപ്പോൾ ഇവളുടെ വെട്ടിക്കിളികൾ വന്ന് പറയണതും എന്തുവാണ്? അയ്യോ അസൂയ പിടിച്ചിട്ട് പാടില്ല. ഇവളുടെ ലൈഫ് ആർക്കെങ്കിലും ജീവിക്കണമെന്ന് തോന്നുമോ? എന്തുവാ ഇവള് കാണിക്കുന്നേ? പുറത്തൊരുത്തന് കമ്മിറ്റഡ് ആണെന്ന്. അതെ, മുന്നാക്കാക്കി കമ്മിറ്റ് ആയിരുന്നപ്പോഴത്തേക്കാണ് അഫ്സലുമായിട്ട് ഉണ്ടാക്കിയത്. ഇനി അഫ്സലിന് കമ്മിറ്റഡ് ആയിരുന്നപ്പോഴാണ് ഗബ്രി ആയിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോഴും അവൾക്ക് പറയാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ സ്പേസ് കൊടുത്തില്ലേ? പറയാമല്ലോ, ഇത് പ്രണയമല്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്, എനിക്ക് വേറൊന്നുമില്ല. പകരം അവൾ എന്താ പറഞ്ഞേ? ഇത് പ്രണയത്തിലേക്ക് വീഴാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും എന്ന് വെച്ചാ അവക്ക് അവനെ ഇഷ്ടമാണ് എന്നല്ലേ പറയുന്നത്? അത് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലല്ലോ, കാമം കൊണ്ടുള്ള ഇഷ്ടം തന്നെയല്ലേ. ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മളുടെ വിവാഹം അയാളുമായി നിശ്ചയിച്ചിരിക്കുന്നു, അയാളെയും പ്രണയിച്ചാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് പ്രണയത്തിന്റെ ഡെഫിനിഷൻ എന്തുവാടേ? എന്താണ് പ്രണയം? ജോലി ചെയ്യുമ്പോൾ പോലും ജിൻഡോയെ പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്ത ജാസ്മിനും ഗബ്രിയും ആണ് ഇപ്പോൾ മൈക്ക് ഇടാൻ പറഞ്ഞപ്പോൾ കരയുന്നത്. കറക്റ്റാണ്. ഏറ്റവും ജിൻഡോ കാക്ക ഇവളെല്ലാവരെയും കാക്കാന്ന് വിളി. ലാലിനെയും കൂടെ കാക്കാന്ന് വിളിക്കാൻ പറ. ലാലു കാക്കാന്ന് വിളി. എന്ത് ലാലേറ്റ? അയാളെയും കാക്കാന്ന് വിളിക്ക്. ഒരു തമാശ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ കാക്കാന്ന് വിളിക്കുന്നത്? ഇവിടെ ആരെല്ലാവരും കാക്കാന്ന് വിളിക്കാൻ? അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരെന്തരെയും. ജിൻഡോയ്ക്ക് അത് ഇഷ്ടമാണോ? ഞാനാണെങ്കിൽ പറയണേ എന്നെ കാക്കാന്ന്. എനിക്ക് ഒരുമാതിരി കാറ്റഗറി ചെയ്തിട്ട് ഒരുമാതിരത്തെ വിളിയെന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ല. വയസ്സിന് മുതിർന്നവരെ വേറെന്തെല്ലാം വിളിക്കാം. കാക്ക, നീ ലാലിനെയും കൂടെ കാക്കാന്ന് വിളിയടി. അതുപോലെ അത് മാത്രം പോരാ, ബിക്കോ കാക്കാന്ന് വിളി. അതാണ് നല്ലത്. അല്ലെങ്കിൽ സൈക്കോ ബിക്കോസിന് അതാണ് പേര്, ബിക്കോ കാക്ക. എങ്ങനെയുണ്ട് കാക്കച്ചി? ജാസ്മിൻ ഇനി പഴയ കളി കളിച്ച് മുന്നേറാൻ പറ്റില്ല എന്ന് ബോധ്യമായി. എല്ലാവരും ജാസ്മിനെ വായ്ത്തായിരിക്കും മേളിൽ കയറില്ല എന്ന് കരുതി. സിബിൻ വന്നപ്പോൾ അത് നടക്കില്ലെന്ന് ഉറപ്പായി. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് എൻ്റെയും പോയിന്റ്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. സിബിൻ വന്നപ്പോൾ സിബിൻ എല്ലാവരോടത്തും പറഞ്ഞു കൊടുത്തത് പുറത്തെ കഥകളല്ല, നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാം. പക്ഷേ സായി വന്ന് പറഞ്ഞത് പുറത്തെ കഥകളാണ് പറഞ്ഞത്. അത് അവളെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ബ്രെയിൻ വാഷ് ബിക്കോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിക്കോസ് പറയുന്നതിനേക്കാൾ കൂടുതൽ, സായി പറയുന്നതിനേക്കാൾ കൂടുതൽ അവളെ എഫക്റ്റ് ചെയ്യുന്നത് സിബിൻ എന്ന വ്യക്തിയാണ്. സിബിൻ അതിൽ ഉറച്ചു നിൽക്കണേന്നായിരുന്നു എൻ്റെ ഒരു ഇത്. അത് തീർച്ചയായിട്ടും അവ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇവളെ മോങ്ങല് കണ്ട ചെറുക്കൻ മെൽറ്റ് ആകരുതെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ മെൽറ്റ് ആയത് ഗബ്രിക്ക് വേണ്ടിയിട്ടാണ്. സോ അവൻ ജെന്നുവിനാണ്. സിബിനാണ് സത്യം പറഞ്ഞാൽ ഒരു സേവറായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഗബ്രി ഷുഡ് താങ്ക്ഫുൾ ടു സിബിനാണ് സത്യം പറഞ്ഞ ആ ഗെയിം കൊണ്ടുപോകുന്നത്. സിബിൻ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ തന്നെ എന്തോ ഒരു നന്മ ആ ചെറുക്കനിക്കുണ്ട്. അതുകൊണ്ടാണ് സിബിനെ കൊണ്ട് അത് സാധിച്ചത്. അല്ലെങ്കിൽ ആ പയ്യനെ അവൾ കൊല വിളിച്ചിട്ടുണ്ടാവും, ഉപയോഗിച്ച് ദൂരെ കളഞ്ഞത്. നമ്മൾ കഴിഞ്ഞയൊക്കെ സീസണിൽ കണ്ടതാണ്. ഇതേപോലെ ഓവിയ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഓവിയയെ പ്രേമം നടിച്ച് അവസാനം ആ പെൺകുട്ടിയെ അവിടുന്ന് പുറത്തായി. പ്രേമിക്കുന്നതായിട്ട് അവളെ പിറകെ നടക്കുക, അവളെ സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് അവ ആയി നോക്കി അവസാനം പറഞ്ഞു എനിക്ക് പ്രണയമില്ല, എനിക്കങ്ങനെ പ്രേമിക്കാക്കത്തില്ല, ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന്. ഈ സെയിം കളി തമിഴിലുണ്ടായിരുന്നു. അവസാനം ഓവിയ മെന്റലി ഡിപ്രസ്ഡ് ആയി. അവക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവനെ കാണുമ്പോഴെല്ലാം അവൻ വീണ്ടും അവൾ പോയി ചോദിക്കുന്നു, എന്നോട് അങ്ങനെയാണോ, എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവളെ പുറത്തേക്ക് കളയുന്ന കണക്ക് എല്ലാവരോടും റിയാക്ട് ചെയ്തിട്ട് ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ കപ്പടിച്ചത് മറ്റവനാണെങ്കിലും വിൻ ചെയ്തത് ആ പെൺകുട്ടായിരുന്നു, ഓവിയ തന്നെയായിരുന്നു. സോ അതും എല്ലാവരും അവരെ ആക്രമിച്ചു. ഇപ്പോഴും ജാസ്മിനെ പറയാൻ എല്ലാവർക്കും മടിയാണ്. പകരം ഗബ്രി എന്ന് തന്നെ എല്ലാത്തിനെയും നാക്കി വരുന്നത്. ഗബ്രി അല്ല അവിടെ മിസ്റ്റേക്ക്. ഗബ്രി ഒരാളുടെ ഇതിൽ നിൽക്കുന്നു എന്നുള്ള സൂചനകൾ എല്ലാവരും കൊടുത്തിട്ടും ഗബ്രിക്ക് അത് മനസ്സിലായില്ല. പക്ഷെ ഗബ്രിക്ക് വീട്ടുകാർ പറഞ്ഞപ്പോഴും ഇന്നലത്തെ എപ്പിസോഡ് മനസ്സിലായി. ഇന്നത്തേനകത്ത് അവൻ പറയുന്നത് ജിക്കോ കാക്ക നല്ല പെരുന്നാണ്. കറക്റ്റ്. ഈ ഇന്നത്തെ ഒരു ഇതിനകത്ത് വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്,
ഗബ്രി പറയുന്നുണ്ട്, എനിക്ക് അന്ന് നടന്നതോ ആ പറഞ്ഞതിലോ ഒന്നും എനിക്ക് ഫീലിംഗ് ഇല്ല. അതെനിക്ക് റസ്മിനെ പറ്റി പറഞ്ഞാലോ ജാസ്മിനെ പറ്റി പറഞ്ഞതോ ഒന്നും ഫീലിംഗ് അല്ല എന്ന ചെറുക്കൻ പറയുന്നിടത്ത് അവൻ ആ ബാക്കിയുള്ള ഇഷ്യൂസ് ഒന്നുമല്ല അവൻ്റെ തലയിൽ. നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നതാണ്. അവന് ജാസ്മിൻ എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. ജാസ്മിൻ ആരാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. യൂട്യൂബിൽ കണ്ടന്റ് ഉണ്ടാക്കിയും അതിനുവേണ്ടി ക്യാമറയുടെ മുന്നിൽ മെലോ ഡ്രാമ ഇറക്കിയും ശീലമായി. അത് ബിഗ് ബോസിൽ വന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്നെ തിന്ന് മതിയായില്ലേ, പഠിച്ചു വന്ന ഡയലോഗ് ഫേക്ക് ലേഡി, നിങ്ങൾക്ക് എന്നെ തിന്ന് മതിയായില്ലേ എന്ന് ചോദിച്ചിരുന്നു സിബിൻ പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, അത് ശരിയാ. ഇനി എവിടെ തിന്നാതെ പിന്നെ ഇവിടെ അടുത്ത് ആര് പറഞ്ഞവിടെ പോയി നിൽക്കാൻ നമ്മളാരെങ്കിലും നിർബന്ധിച്ചാ? ഗപ്പം കൊണ്ട് വരുമ്പോൾ വാപ്പ വീട്ടിൽ കയറ്റും. അയ്യോ, ആ വാപ്പ ഇറക്കി വിടുമെന്ന് വിചാരിക്കേ വേണ്ട. കാരണം അയാളുടെ കടവും ബാധ്യതകളും ഒക്കെ തീർത്തു കൊടുത്തത് ഈ മകളാണ്. അങ്ങനെ ഒരു തന്തപ്പടി, യോഗമുള്ള തന്തപ്പടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, അവൾ കരഞ്ഞാലോ അവൾ എന്ത് ചെയ്താലോ എന്ത് വൃത്തികേട് കാണിച്ചാലോ ആ തന്ത സഹിക്കും. ജാസ്മിന് പറ്റിയ പേര് ഈ നിങ്ങൾ പറയുന്നത് മുക്കട്ട ജാസ്മിൻ എന്നല്ല, കോഴി ജാസ്മിൻ എന്നാ. അവളെ പേരേ കോഴി എന്നാ. കോഴിത്തരം ആണുങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴി എന്ന് പറയാൻ അറിയാമോ? അപ്പോൾ പെണ്ണ് കാണിക്കുമ്പോൾ എന്താ കോഴിയാവത്തില്ലേ? പെണ്ണ് കോഴിയാണ് അവള്, പക്കാ കോഴി. ആ പെങ്കൊച്ചിനെ ആ ചെറുക്കനെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്തത് അവളാണ്. നല്ല ടാലൻ്റുള്ള, ഞാൻ അവൻ്റെ ടാലൻറ്റ് കണ്ടത് ഒരു കോടതി ഇതുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ചെറുക്കൻ്റെ ടാലൻറ്റ് ഉണ്ടോ. അവൾ ഒന്നും ചെയ്യാതെ മാറിയെന്നുണ്ടെങ്കിൽ കഷ്ടം. അവൾ ആ അർജുനെ പിടിച്ചെങ്കിലും വേണ്ടിയില്ലായിരുന്നു, ഈ പയ്യനെ കയറി പിടിക്കേണ്ടത്. പിന്നെ വാഴ സീക്രട്ട് ഇപ്പം സെബിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. പക്ഷേ സീക്രട്ട് പറയുന്നതൊന്നും തന്നെ പിന്നെ ഈ ജിൻഡോ എടുക്കില്ല എന്നുള്ളത്. സീക്രട്ടിനെ പറ്റി നമ്മുടെ നന്ദന പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ സീക്രട്ടിനോട് ചോദിക്കട്ടെ ആരെ നോമിനേറ്റ് ചെയ്യണോ? അതാണ് ഞാൻ പറഞ്ഞത്. നന്ദന പാഴ്വേലയാണ് അവിടെ കാണിക്കുന്നത്. നന്ദനയ്ക്കും തനിച്ച് നിന്ന് കളിക്കാൻ അറിയത്തില്ല. നന്ദന വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് അറിയില്ല കളിക്കാൻ. ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്ന് കളിക്കുന്ന ഗെയിം അല്ല അത്, തനിച്ച് തന്നെ നിൽക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീരേഖ തനിച്ച് എന്നാണ് പറയുന്നത്. ശ്രീരേഖയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് മുടിയൻ പോയി അവളെടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇന്ന് അതും ഉണ്ടായിരുന്നു. അതിനകത്ത് മുടിയൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? സത്യത്തിൽ നിങ്ങൾക്ക് പുറത്തൊരാളുമായിട്ടുള്ള പ്രണയം, പിന്നെ ഇതെങ്ങനെ? അതൊരു ചോദ്യം തന്നെയാണ്. അത് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് ചോദിക്കേണ്ടതും ജാസ്മിനോട് തന്നെയാണ്. ആ ചോദ്യം ഒരാളും കൂടെ ചോദിക്കാൻ ബാക്കിയുണ്ട്, ഗബ്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗബ്രി പലപ്പോഴായി ആ സൂചന കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് പ്രണയം തന്നെയാണ്. അവൻ സിൻസിയറായിട്ട് പ്രണയിച്ചതാണ്. അവൾ അതിന് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ എവിടെയാണ് ഗബ്രി മോശമായത്? എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ ഗബ്രി? എൻ്റെ കയ്യിലൊന്ന് പിടിക്കുമോ ഗബ്രി? എന്നെ ഒന്ന് വാരി അണച്ചോ ഗബ്രി? എനിക്കൊന്ന് ചൊറിഞ്ഞു തരുമോ ഗബ്രി? ഐ ഡോണ്ട് നോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടേം എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ചിലപ്പം ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ ഫ്രീ സെക്സിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, യു വാട്ട് നോ പുരോഗമനവാദി അട്ടാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടുവരെ നമസ്കാരം, അത്രേ ഉള്ളൂ. ജാസ്മിൻ കേൾക്കണ്ട. എന്ത് കേൾക്കാൻ? ഞാൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്യത്തില്ല. ഷീ ഷുഡ് ലിസൺ. അവൾ കേൾക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കേൾക്കണം. നേരിട്ട് വന്നാൽ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അവളെ കണ്ട ഉടനെ കാമം പൊങ്ങി വരുന്ന ആൺകുട്ടികളെ പോലെ അല്ലാതെ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടെന്ന് ഒന്ന് സംസാരിക്കാൻ പറ അവളടുത്ത്. അപ്പം അറിയാം ആ ആൺകുട്ടികൾ എങ്ങനെയാവുമെന്ന്. അവളെ കണ്ട ഉടനെ മെൽറ്റായി, അയ്യോ ഗബ്രി, അയ്യോ അയ്യോ ഞാൻ നീ ഇല്ല ജീവിക്കില്ല. ഇത്തരം ഫോം അല്ല. അങ്ങനെ അല്ലാത്ത ആൺകുട്ടികളുണ്ടെന്ന് കാണിക്കണം. അതാ ഞാൻ പറഞ്ഞേ, നാളിതുവരെ അവൾ കണ്ടതൊക്കെ കുറേ വാഴകളെയാണ്. അവൾ ആമ്പിള്ളേരെ കണ്ടിട്ടില്ല. സിബിൻ നല്ലൊരു ആൺചെറുക്കനാ. അവനിക്ക് പ്രണയം തോന്നുന്നില്ലേ? അർജുന് തോന്നുന്ന പ്രേമം? എങ്ങനെ വേറെ ആർക്കും തോന്നുന്നില്ലല്ലോ അവളെടുത്ത് പ്രേമം. അവൾക്ക് കിട്ടുന്നതും അവൾ കണ്ടെത്തുന്നതും വാഴകളെയാണ്. പൈസ ഇട്ട് കൊടുത്ത് പെണ്ണുങ്ങളുടെ സ്നേഹം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കുറേ വാഴകളെയാണ് അവൾ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമേ പ്രഡിക്ഷനായിട്ട് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, തേച്ചില്ലേ പെണ്ണെ എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയപ്പോൾ തന്നെ ഞാൻ എന്താ പറഞ്ഞേ, ഈ പാട്ട് അവൻ ആപ്റ്റാകും, ഈ ചെറുക്കനെ അവൾ ടാർഗറ്റ് ചെയ്യും. അന്ന് ആദ്യം കയറി എത്രയോ പേരുണ്ടായിരുന്നു. സിജോ ഉണ്ടായിരുന്നു, അർജുൻ ഉണ്ടായിരുന്നു, ഋഷി ഉണ്ടായിരുന്നു. ഞാൻ ഇവരെ ആരെങ്കിലും പേര് പറഞ്ഞു? ഞാൻ എന്ത് പ്രെഡിക്റ്റ് ചെയ്തു? ഇവൾ പ്രേമിക്കാൻ ചാൻസ്, ഇവൾ വളയ്ക്കാൻ ചാൻസ് ഗബ്രി എന്ന് ഞാൻ അന്നേ പറഞ്ഞു. എൻ്റെ ആദ്യത്തെ ഇത് പോയി നോക്കുക, അതിനകത്തുണ്ട്. ഞാനത് അന്നേ പ്രെഡിക്റ്റ് ചെയ്ത കാര്യമാണ്. എനിക്കറിയാം ഇത്തരക്കാരികൾ ഏത് രീതിയിലൊക്കെ പോകുമെന്ന്, ആരെയാണ് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് വ്യക്തമാണ്. ഇന്നത്തെ ഡ്രാമ ഓൺലി ബിക്കോസ് ബാക്കിയുള്ളവർ അവളെ ടാർഗറ്റ് ചെയ്യാതിരിക്കാനാണ്. ഇനിയുള്ളവർ അവളെ കുറച്ച് അവോയ്ഡ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ജാൻമണിയുടെ അതേ സെയിം സാധനമാണ് സ്ട്രാറ്റജി. കരച്ചിൽ, ഭയങ്കരമായിട്ട് ആക്രോശിക്കുക, അറ്റാക്ക് ചെയ്യുക. ഇനി അവൾ തനിച്ചേ ഉള്ളൂ, ഒരാളും അവൾക്ക് സപ്പോർട്ടില്ല, ഒരാളുമില്ല. റസ്മിൻ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അത് വേറൊരു തരം ലെസ്റ്റാണ്, ലെസ്ബിയൻ അല്ലേ, അത്യാവശ്യം ലെസ്റ്റിന് വേണ്ടിയിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ. അത് മാത്രമല്ല, ഓർത്ത് നോക്ക്,
മറ്റേ റൂമിൽ കൊണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അപ്സരയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല അവിടെ ഇരിക്കാൻ. ശരി, അപ്സര പൊയ്ക്കോന്ന്. ഇത് രണ്ടും കൂടെ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കാണ്. അങ്ങ് കിടന്നോളാൻ വയ്യ. അവിടെ കിടന്നങ്ങ് ഉറങ്ങി മതാലസ. റസ്മിൻ ഫേക്കാണ്, ഫേക്ക് നമ്പർ 1 ആണ്. ഇവക്ക് സപ്പോർട്ടീവായി നിൽക്കുന്നത് ഈ ബോത്ത് ഹാർഡ് വ്യൂവർ ഷാപ്പ്. എല്ലാവരും നിങ്ങളെയും അസ്ലയെയും കുറ്റം പറഞ്ഞു. ബട്ട് അതെല്ലാം ശരിയാണ് എന്ന് പറയുന്ന പോലെയാണ് ജാസ്മിൻ്റെ പ്രവൃത്തിയല്ലല്ലോ, അതാണ് സത്യം. ശരിയാണെന്ന പോലെയല്ല, അതാണ് ശരി. ഞങ്ങളിത് മനസ്സിലാക്കിയോണ്ടല്ലോ ഞങ്ങളതിനകത്ത് ഉറച്ചു നിന്നത്. ഇത്രയും സൈബർ അറ്റാക്ക് കേസ് വരെ കൊണ്ട് കൊടുത്തവള്, കേസ് വരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാ? ഇനി വരട്ടെ, ഇനി ചോദിച്ചോണ്ടും പറഞ്ഞുകൊണ്ട് വരട്ടെ, അപ്പോഴാണ് ഇരിക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നവനെ. ഇനിയിപ്പോൾ അവൾ കേസ് കൊടുക്കേണ്ടത് ആർക്കെതിരെയെന്നറിയാം? ബിഗ് ബോസിനെതിരെയാ. കൊണ്ടേ കേസ് കൊടുക്കാൻ പറ. കാരണം അവരാണ്. പക്ഷെ അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു, കൃത്യമായി വിവരിച്ചു കൊടുത്തു. സിബിൻ ഇന്ന് ഗബ്രിക്ക് കേൾക്കാൻ വേണ്ടി ജാസ്മിന് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ടെന്നും അത് ഈ മണ്ടന് മനസ്സിലാകില്ലെന്നും പറഞ്ഞപ്പോൾ ഗബ്രിയുടെ മുഖം കാണേണ്ടതായിരുന്നു. ഗബ്രി ഇനി മാറും, അതാണ് പോയിന്റ്. ആ ചെറുക്കനിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല എങ്കിൽ ഒന്നും ചെയ്യാനാവത്തില്ല, അവൻ പഴയ കൊക്കാണ്. പക്ഷേ ഇന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഗബ്രിക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഇവൾക്ക് ഗബ്രി എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിണി കിടപ്പും ആ ഡ്രാമയും ഒക്കെ നടത്തിയത്. ഇത്ര അലറി കരഞ്ഞ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഗബ്രി അനങ്ങിയോ? ഗബ്രി മിണ്ടിയോ? മിണ്ടാതെ കല്ലുപോലെ ഇരുന്നത് കണ്ടവൻ. അതിലുണ്ടവൻ്റെ മറുപടി. ഇനി അത് നടക്കത്തില്ല കേട്ടോ. ഇനി അവള് അതും കൊണ്ടുപോകത്തില്ല. നിന്റെ വിചാരം എന്താണ്? വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു വിചാരമുണ്ട്. ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോയെങ്കിൽ ഒന്ന് തൂറായിരുന്നു. അതാണ് ഇപ്പോഴത്തെ വിചാരം. കേട്ടടി റുക്കിയ? കുറേ മേത്തച്ചികൾ ഇറങ്ങി കിടപ്പുണ്ട്. എൻ്റെ പൊന്നു മുറിച്ചികളെ, നീയൊക്കെ എന്ന് നന്നാവും? ഇതാണോ മേത്തക്കൂട്ടങ്ങളെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിഗ് ബോസ് താരം ആരാണ്? ഞാൻ തന്നെയാണ്. ഇനി പുതിയ ആരൊന്നുമില്ല. സിബിൻ ബെസ്റ്റാണ്. സിബിൻ ആൻഡ് ശ്രീതു നല്ല രസമുണ്ട്. ശ്രീതുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ കളിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്. ആസ് എ പ്ലെയർ സിബിൻ ബെസ്റ്റ്. ജാസ്മിൻ ഈസ് ജസ്റ്റ് യൂസിങ് ഗബ്രി. കറക്റ്റ്. ഗബ്രിക്ക് ഇതുവരെ അതൊന്നും മനസ്സിലായിട്ടുണ്ട്. അവൻ സിൻസിയറായിട്ട്, അതെ അത് ശരിയാ കേട്ടോ, അവൻ സിൻസിയർ ആയിരുന്നു. അവിടെ ആക്ടിങ് കണ്ട് നടക്കുന്നു. ജാസ്മിൻ ഈസ് ജസ്റ്റ് ഫേക്ക്. അവൾ ഫുൾ ഓവർ ആക്ടിങ് ആണ്. ജാസ്മിൻ ഇന്ന് പുറത്താകും. അവൾ പുറത്തൊന്നും ആവത്തില്ല. ജാസ്മിൻ നീഡ്സ് പാമ്പറിങ് ഫ്രം ഗബ്രി. അത് കിട്ടില്ലെന്ന് തോന്നിയപ്പോൾ ഉള്ള സൈക്കോ. അത്രയേ ഉള്ളൂ. ചേച്ചി വൈൽഡ് കാർഡായി വരാമായിരുന്നു. നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ബട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് അവളെ പുറത്ത് വന്നാലും ഒരേ അടിപൊളി ഡ്രാമ കാണിച്ച് വീഡിയോ ഇടും. എല്ലാവരും അതിൽ വീഴും. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, നമുക്ക് കാര്യം മനസ്സിലായില്ല. ഇനി അവരെന്ത് ഡ്രാമ കാണിച്ചിട്ട് എന്ത് കാര്യം? ലൈവ് എല്ലാവരും പറയുന്നത് ഡ്രാമ എന്നാണ്. ഡ്രാമ തന്നെയാണ്, 100% ഡ്രാമയാണ്. അതിനകത്ത് എന്ത് ജെന്യൂനിറ്റി? നിങ്ങൾക്കത് ജെന്യൂനായിട്ട് തോന്നി? അത് ഡ്രാമ തന്നെയാണ്. അതിനകത്ത് എന്താ? ശ്രീതു എൻ്റെ ഇഷ്ടതാരമാണ്. ഹായ് നീതി. ജാസ്മിന് നല്ല കഴപ്പ് തന്നെയാണ്, അല്ല ഒന്നുമല്ല. ജാസ്മിൻ ഋഷിയോട് ചോദിച്ചു, ഞാൻ എവിടെ പേഴ്സണലി ആരെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അന്നേ നിങ്ങൾ അറ്റാക്ക് ചെയ്യും പോലെ, എന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യും പോലെ. ഋഷി പറയാ, അതിന് നിന്നെ പോലെ ആരും ഇവിടെ എന്നും കാണിക്കുന്നില്ലല്ലോ. കറക്റ്റാണ്. ജാൻമണിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പക്കാ പോക്ക്, വേസ്റ്റ്. ഗബ്രിയുടെ കെട്ടിപ്പിടുത്തം കിട്ടിയാൽ കരച്ചിൽ നിർത്തും. ഗബ്രി ഇനി പഴയ രീതിയിലേക്ക് അവളുടെ അടുത്ത് പോകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. സത്യമായിട്ടും ജിൻഡോ കിറ്റ് ചെയ്താലും ജാസ്മിൻ കിറ്റ് ചെയ്യുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അത്രയേ ഉള്ളൂ. ജിൻഡോ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പോലും അവൾ കളഞ്ഞിട്ട് പോകത്തില്ല. ചേച്ചി, ഞാൻ ഫസ്റ്റ് ചേച്ചിയുടെ ലൈവ് കാണുന്നത് സൂപ്പർ. സിബിൻ്റെ ഫലം പറച്ചിൽ പൊളി. അത് കിട്ടുമായിരുന്നു. അൻസിബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പൊങ്ങത്തിയാണ്, അത്യാവശ്യം പൊങ്ങത്തിയാണ്. താൻ എന്തോ ഭാവമാണെന്നൊരു തോന്നുന്നു. ഒരു എന്താ പറയണേ, നമ്പൂരിപ്പാടിൻ്റെ ഒരു ലെവലിലൊക്കെയാണുള്ള ചിന്താഗതിയൊക്കെ. വെറും കൂറയാണെന്നേ ഉള്ളൂ, വെറും കുക്കൂറ. ചേച്ചി പൊളി. ചേച്ചി കരളിൻ്റെ കഷ്ണം. ചേച്ചിയെ ഒരുപാട് ഇഷ്ടം. ചേച്ചി ഇഷ്ടപ്പെട്ടവർ. ഗബ്രി ഈസ് റിയലി ജെന്യൂൻ ആൻഡ് റിയൽ. നല്ല പ്ലെയറാണ് അവൻ, സൂപ്പർ പ്ലെയർ ആയിരുന്നു. ചെറുക്കനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. അഥവാ ഇവളുമായിട്ടൊരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ശ്രീതുമായിട്ട് നന്നായി ലിങ്ക് ആയാനായിരുന്നു. ശ്രീതു അവനും കൂടെ നന്നായിട്ട് പോവുമായിരുന്നു. ആ നല്ല കോംബോ ആയിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. നീ ആരടി മതം നോക്കിയാണ് ഒരാളുകളെ വിലയിരുത്തുന്നത്? ആണടി, ഞാൻ മതം നോക്കി തന്നെയാണ് വിലയിരുത്തുന്നത്. മതത്തിലാണ് ഈ കോതാഴത്തിലെ ഇതിലുള്ളത്. ഇതേപോലെ തോന്നിവാസം ആണുങ്ങളെ തേക്കുന്നത് വേറൊരു ഹിന്ദു കൊച്ചായിരുന്നെങ്കിൽ നീയൊക്കെ എടുത്ത് ഉടുക്കുമായിരുന്നല്ലേ. ജിൻഡോ ഒന്നും അവരെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. സത്യം, ജിൻഡോ പക്ക പറയുന്നുണ്ട്. അയച്ചു പാടി മൈക്കറി. എടേ മൈക്കറി, നിന്റെ അടുത്തല്ലേടി പറഞ്ഞത് മൈക്കിടാൻ? അത് പറയണ്ടേടേ.
കഴിഞ്ഞ പ്രാവശ്യം 2000 പോയിന്റ്സ് ആണ് ജാസ്മിന് വേണ്ടിയിട്ടാണ് കട്ടായത്. ഒരാളെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞോ? ജിൻഡോ എങ്കിലും പറയണ്ടേ? അതിനെ ജാസ്മിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം സാക്രിഫൈസ് ചെയ്യണോ? അതെന്താ ജാസ്മിൻ ഷോയാണ്? പട്ടി ഷോ. അത് ജാസ്മിൻ ഷോ എന്നങ്ങ് ആക്കിയാൽ പോരെ? അതല്ലേ ശരി. ചേച്ചി പൊളി ചേച്ചി. കരള് എവിടെ ഒരു കുത്തി പറയുന്നതാണൊക്കെ എനിക്കൊരു തോന്നുന്നുണ്ട് കേട്ടോ. ജിൻഡോ അടിപൊളി. ജിൻഡോ ഇതിനിടയിൽ നല്ല പോലെ സ്കോർ ചെയ്യുന്നുണ്ട്. പറ്റുന്നിടത്തൊക്കെ ജാസ്മിനെ കൊട്ടുന്നുണ്ട്. ജാസ്മിനെ കൊട്ടുക മാത്രമല്ല, ശരിക്കും അറ്റാക്ക് ചെയ്യണം. കാരണം ജാസ്മിൻ കഴിഞ്ഞ കുറേ നാളുകൾ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്തതല്ലേ. ചേച്ചി ഇപ്പോഴത്തെ ലൈവ് കണ്ടു നോക്കൂ. ഗബ്രി നൈസായി വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആരെ വെളുപ്പിക്കുന്നുണ്ട്? ഇതിൽ ഗബ്രിയും ജാസ്മിനും നൈസായി ഒരു പ്ലേ ചെയ്തു. ബട്ട് ഇപ്പോൾ എങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാം? രണ്ടുപേരും ട്രൈ ചെയ്യുന്നു. ജാസ്മിന് വേണ്ടി ബിഗ് ബോസിന്റെ നാടകം ഒന്നുമല്ല. ബിഗ് ബോസ് ഇതിനകത്തൊന്നുമല്ല. ജാസ്മിൻ തന്നെയാണ് ഇതിനകത്ത് കള്ളി. ജാസ്മിന്റെ ഫാമിലി വിഷമിച്ച വീഡിയോ ഇട്ടപ്പോൾ ചപ്രിക്ക് കുഴപ്പമില്ല. ഇന്നലെ അവന്റെ ചേച്ചി പറഞ്ഞപ്പോൾ ചെറുക്കന് കാര്യം പിടികിട്ടി. കറക്റ്റാണ്. ജാസ്മിൻ മെയിൽ അവിടെ പോയാലും മതിയായിരുന്നു. I'm not comfort with this lipstick. തുടങ്ങിയ വീണ്ടും നാശങ്ങളെ 2 വഴിക്ക് ഇരുത്തിയിട്ട് ഞാൻ വന്നതായിരുന്നു. വീണ്ടും പോയി തല്ലോടാൻ തുടങ്ങിയ. ചെറുക്കൻ നീ പഠിക്കത്തില്ലെങ്കിൽ ചെറുക്കൻ ഇനി ഒന്നും ചെയ്യാനാവത്തില്ല. ജാസ്മിൻ ഈസ് ഓൺലി വറീഡ് അബൌട്ട് ഹിസ് ഫാമിലി ആൻഡ് അബൌട്ട് ഹെർ പൊന്നു. വൈ ഹീ ഈസ് നോട്ട് കമ്മിങ് ഇൻ വീഡിയോ? ചെറുക്കൻ അവിടെ ഇരുന്ന് ചിരിച്ചൊക്കെ കാണിച്ച് ചെല്ലുമ്പോൾ അവർക്ക് നല്ല ഇടി കൊടുക്കുമായിരിക്കും. നോറ ഇമോഷണലി ഡൗൺ ആകുമ്പോൾ കരച്ചിലാണ് എന്ന് പറഞ്ഞ ജാസ്മിൻ ഇപ്പോൾ എപ്പോഴും കരച്ചില്ല. അതാണ് കർമ്മ. ലിപ്സ്റ്റിക്ക് കളർ കൂടുതൽ ആണ് ചേച്ചി. ഞാൻ ഇട്ടപ്പോൾ കൂടിപ്പോയതാ. ശ്രീതു ഓൺലി ക്യൂട്ട്നെസ്. ആഫ്റ്റർ ഓൾ ജാസ്മിൻ ഈസ് ദ മെയിൻ കണ്ടന്റ്. ശ്രീതു അല്ല. നോറയെ കുറിച്ച് അഭിപ്രായം എന്താ? നോറ ഇന്ന് ഭയങ്കര ബോറായിരുന്നു. അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ നമ്മൾ പറഞ്ഞു, പിന്നെ കള്ളം പറഞ്ഞ വേണ്ടല്ലോ. എന്നെ തുപ്പി, എനിക്കത് ഇൻസൾട്ടഡ് ആയി. ഞാൻ ഐ എം നോട്ട് കൺവിൻസ്ഡ്. അത് പറയാം. അതിനപ്പുറം തുപ്പൽ തെറിച്ചു എന്നൊക്കെ പറയണത് കള്ളം. മൂക്കളപ്പാച്ചി. അയ്യേ. ജിൻഡോയെ കുറിച്ച് എന്താ അഭിപ്രായം? കള്ളൻ. പക്ഷെ കൊള്ളാം കേട്ടോ. ഇപ്പോഴത്തെ പെർഫോമർ അവരാണ്. ബട്ട് പേഴ്സണലി എനിക്ക് അയാളെ ഇഷ്ടമില്ല. ജിൻഡോയെ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല. ഇപ്പോഴത്തെ പെർഫോമർ അയാളാണ്. ഇപ്പം നന്നായി പെർഫോം ചെയ്യുന്നതിൽ ഒന്ന് സിബിനും ഒന്ന് ജിൻഡോയും. അതിൽ തർക്കിക്കേണ്ട. അവർ രണ്ടുപേരും തന്നെയാണ് അവിടുത്തെ പെർഫോമൻസ്. സൂപ്പർ പെർഫോമൻസ് ആരെന്ന് ചോദിച്ചാൽ അവർ തന്നെയാണ്. ആ സീക്രട്ട് ഏജന്റ് ശിക്കാരി ശംഭുവായി നടക്കുകയാണ്. സത്യം. ഞാൻ കൊളുത്തിയ തിരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. സായി ചെന്ന് ജാസ്മിന് ക്ലൂ കൊടുത്തതാണ്. മോഹൻലാൽ ഗെയിം പ്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഗെയിം പ്ലാൻ ആക്കി. അല്ല അവൻ ഒരു കാർ വാഴയെ പറ്റി ഒന്നും പറയുന്നത് ഒരു വാഴ കേസ്. അത് ഒരാഴ്ചയും കൂടെയൊക്കെ നിന്നിട്ട് ഇനി വരാനുള്ള കളിക്കുക. അല്ല അവനെ കൊണ്ട് കപ്പൊന്നും അടിക്കാനും വെക്കൂല, അവനെ കൊണ്ട് പ്ലേയും അടിക്കാതെ, അവനെ കൊണ്ടൊരു പിണ്ണാക്കും. അവര് വാഴയാണെന്നേ. നിങ്ങൾക്ക് ഇത്രയായിട്ട് മനസ്സിലായില്ലേ? അവനൊരു ചാനൽ എങ്ങനെയാണ് കിട്ടിപ്പോയി അത്രയല്ലാതെ അവൻ എന്ത് ക്വാളിറ്റിയാണുള്ളത്? സായി വന്ന് ജാസ്മിനോട് കാര്യം പറഞ്ഞപ്പോഴാണ് ജാസ്മിൻ കളി ഒന്നുമല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു വഴക്കാളി നാരായണി ചേച്ചിയുണ്ട്. മരുമക്കളുമായി എന്നും ശണ്ട. അവരുടെ അതേ മാനരസങ്ങളാണ് ജാൻമണിക്ക്. ജാസ്മിൻ ചപ്രി കാരണം ഒളിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവിടെ. കറക്റ്റ്. കർമ്മ തിരിച്ചു കൊടുക്കുമ്പോൾ 7 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. അതൊരു വലിയ പോയിന്റാണ്, വലിയ സത്യമാണ്. ഒരു ഭാഗം നോക്കിയാലുണ്ടല്ലോ ഭയങ്കര കംഫർട്ട് സോണിലാണ് ഞാൻ. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ചിലർ കരയുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോന്നും. ഈ കരച്ചിലൊരു അനിവാര്യമാണ്. ചില സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിയ ആക്രമിച്ച രീതി ഓർത്താലുണ്ടല്ലോ, ഇതൊന്നും അനുഭവിച്ചാൽ പോരത്. ഇതിലൊന്നും തീരരുത് അവൾക്ക് കിട്ടണം. കാരണം അവർ അത്ര പേര് അവൾ കരയിച്ചിട്ടുണ്ട്. ആരെ വിട്ടില്ല. അസലേക്ക് രക്ഷപ്പെട്ടത് ആ അസലയുടെ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ടാണ്. അവളെ ഉമ്മയും അവളെ ഹസ്ബൻഡും. അസലേക്ക് അനുഭവിച്ച മാനസിക പിരിമുറുക്കം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാനൊക്കെ വിളിക്കുമ്പം പോട്ട് മോളെ, ശരിയാവും മോളെ, കംഫർട്ടാവുക. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതെ തെറ്റുകാരിയാക്കപ്പെടുകയാണ്. ഞാൻ കാരണമാണ് അവൾ തലേന്ന് തട്ടമെടുത്ത് കളഞ്ഞെന്ന് പറയുന്നു. ഞാൻ കാരണമാണ് ഹായ് ഓസ്, ഞാൻ കാരണമാണ് അവൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നു. മുന്നാക്ക കളഞ്ഞിട്ട് പോയത് ഞാൻ കാരണമാണെന്ന് പബ്ലിക്ക് പറയുന്നു. അവളത് തിരുത്തി പറയുന്നില്ല. ഞാനില്ല ഇതിനകത്ത് എന്ന് ആ കുട്ടി പറയുമ്പോൾ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ, നിസ്സഹായ അവസ്ഥയുണ്ട്. അസ്ലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് ഈ ജാസ്മിൻ കാരണമാണ്. അത്രയ്ക്ക് ആ പെൺകുട്ടി ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ആ ചെറുക്കൻ ലീവ് എടുത്ത് കൂടെ ഇരുന്നു. ആ പയ്യൻ
അല്ലെങ്കിൽ ആ പെണ്ണില്ല, അത് സൂയിസൈഡ് ചെയ്തേനായിരുന്നു. അസ്ല സൂയിസൈഡിൽ നിന്ന് ഓവർകം ചെയ്ത് വന്ന കുട്ടിയാണ്. അത്രത്തോളം മെന്റൽ ഡ്രോമയിൽ പോയ ഒരു പെണ്ണാണ് അസ്ല. അതുകൊണ്ടാണ് അസ്ല അപ്പുറത്ത് പോയൊരു വോയിസ് കൊടുത്തെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചൂടാകാതിരുന്നത്, ഞാൻ മിണ്ടാതിരുന്നത്. എനിക്ക് ആ കള്ളത്തരം മനസ്സിലായി. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവളെ തപ്പിപ്പിടിക്കുന്ന കണ്ടപ്പോഴും ഞാൻ കൂടെ പ്രഷർ കൊടുക്കണ്ട, ഒരുപക്ഷെ ആ കുട്ടി ഇല്ലാണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത്. ഇനി അവൾ എന്നെ ചതിച്ചതാണെങ്കിൽ, അവൾ എന്നെ മോശപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിൽ ഈ കർമ്മയിൽ അവൾക്കത് മനസ്സിലാകും. ഇത് കിട്ടിയ കർമ്മ, ഇതേ കർമ്മ അവക്കും ഉണ്ട്. അത്രേ ഞാൻ പറയുള്ളൂ. ഞാൻ അവൾക്ക് വേണ്ടിയാണ് ഇത്രയും കേട്ടത്. ഞാൻ അപ്പോഴും എനിക്ക് വായ തുറക്കാന്നുള്ളൂ, എന്നെ കൊണ്ട് ഇത് പറയിച്ചതാണ്, അത് അസ്ല പറയിച്ചതാണ് എന്നങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പറയിക്കാന്ന് പറഞ്ഞാൽ അവള് പറഞ്ഞ ഉടനെ പറയുന്നല്ല, മനസ്സിലാക്കി തന്നു, ഞാൻ പറഞ്ഞു അതാണെന്ന് എനിക്ക് പറഞ്ഞാൽ മാറി നിൽക്കാം. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത്, ഞാൻ കാണുമ്പോൾ ആ കുട്ടി ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു, ചത്തു കളയുമായിരുന്നു ആ കുട്ടി. ഞാൻ കൂടെ അതിന് കാരണമാകരുതെന്ന് വിചാരിച്ചിട്ട്. ഇതങ്ങനെയൊന്നുമല്ല, ഈ കേസ് ചാവേയൊന്നുമില്ല, ഇത് ചാവേയില്ല. ഇത് ചുറ്റുമുള്ളവരെ മുഴുക്ക കൊല്ലുന്ന ഒരു വൃത്തികെട്ട മനോഭാവമുള്ള ഒരു സൈക്കോ ആണിത്. കോഴി പക്ക കോഴിയാണ് ജാസ്മിൻ. അത് ഞാൻ എവിടെയും പറയും, കോഴിത്തരമാണ്. ഒരുത്തരുമായിട്ട് കമ്മിറ്റ്മെന്റ് ആയ ഒരുത്തിക്ക് പിന്നെ വേറെന്ത് കൺഫ്യൂഷൻ വരാണെന്ന് അൻസിബ ചോദിക്കുന്ന പോയിന്റിലുണ്ട്. അത് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ ഗബ്രി ഇത് അനുഭവിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ക ഫേക്കാ പെണ്ണ്. ഇനിയും പോയി കാലിൻ്റെ ഇടയിൽ പോയി വീണു കൊടുക്കുന്ന കോഴി തന്നെ. ശരിയാണോ? പക്ക കോഴിയാണ്. അതെന്താ ആണുങ്ങൾ മാത്രമേ കോഴിയാവുള്ളൂ? നമ്മൾ ആണുങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ലെന്നാ. അപ്പൊ പക്ക ഫ്രോഡുപോലെന്താണ് അവൾ ചെയ്തിട്ടുള്ളത്. വെറും വൃത്തികെട്ട പരിപാടി. എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ വയ്യ. അങ്ങ് കരഞ്ഞ് മെഴുകി തകർത്ത് അങ്ങ് ദാളിച്ച് വാരുന്നു. ആ ചെറുക്കന് കിട്ടേണ്ട അറ്റൻഷനോ, ആ ചെറുക്കനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകണമെന്നോ, അവൻ മെന്റലി ഇതായിപ്പോയി, അവൻ പുറത്തേക്ക് പോകണം. ഇനി അവനൊരു കംഫർട്ട് സോൺ കിട്ടാതാക്കുകയും ആ കംഫർട്ട് സോൺ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ ആ ചെറുക്കൻ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ അവൻ പുറത്തു പോകുമ്പോൾ അവൻ പുറത്തു പോയി നിന്നുകൊണ്ട് കുറേയധികം സപ്പോർട്ട് കൂടുതലും കിട്ടി, കൂടുതൽ അവൾക്ക് ബൂസ്റ്റപ്പ് ചെയ്യാന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവളുള്ളത്. പക്ഷേ അയ്യോ ഇതെന്തുവാ പറഞ്ഞിരിക്കണം അവള്. സത്യമായിട്ടും നമ്മൾ അതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും പേടിയാണ് അവളെ പറ്റി പറയാൻ. ജബ്രി കോംബോ ഇപ്പോൾ അത് ഇനി അവൻ എത്രയും പറഞ്ഞിട്ട് അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അവൻ പോയി ചാകട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവൻ പോയി വീണാലൊരു പട്ടിയും തിരിഞ്ഞു നോക്കരുത്, അത്രേ ഉള്ളൂ. അവന് പ്രാന്താണ്. ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നിട്ട്, അതുമല്ല അവിടെ ഇരുന്നുകൊണ്ട് മറ്റോള് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ഇവർ തമ്മിൽ പിരിച്ചാൽ ശരിയാവത്തില്ല, ഇനി അവർ തമ്മിൽ ഒന്നിച്ചങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് കറക്റ്റാണ്. ഹായ് സംഗിണി, ഐ എം നോട്ട് സ്കേർഡ്. തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ പറയണം, നമ്മൾ കണ്ട കാര്യങ്ങൾ പറയണം. ആസേ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉള്ളിടത്തോളം നമുക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ തെളിവിരിക്കുകയാണല്ലോ, ഇതൊക്കെ പ്രൂഫ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവുമല്ലോ. ഫ്രോഡാണെന്ന് നമ്മളെ തെളിവുകളല്ലേ. ഈ ജനങ്ങൾ അത്രയും പറഞ്ഞിട്ട് ആർക്കും ഇത് വിശ്വാസമാവുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, വേണമെന്നുള്ളത് വിശ്വസിച്ചാൽ മതി. നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞിടണം. ഇവൾ കാരണം പലരും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയതാണ്. പലരും ആത്മഹത്യ, ഞാനൊക്കെ എന്നെ തീരേണ്ട കേസാണ്. എൻ്റെ കുട്ടിക്ക് ഏർപ്പെട്ട ഇവളുടെ അനിയൻ്റെ സ്കൂൾ വാസം പറയുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിലും എൻ്റെ മൂത്ത മോനെ കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഈ ഡ്രാമ അത്രയും കാണിച്ചത്. എൻ്റെ കുട്ടി അവൻ്റെ കോളേജിൽ പോകുമ്പോൾ അവൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ എന്ന് അവരൊക്കെ എൻ്റെ ഇത് കാണുന്നവരാണ്, യൂട്യൂബ് കാണുന്നവർ. ആ കുട്ടി അനുഭവിച്ചതാണൊക്കേടോ. അപ്പം അതിന് ഇതില്ലേ ഷാരൂഖ് ഖാൻ ഇവളെ കണ്ടാലും ഓടെ കിടക്കുകയാണ്. ഓടറാണിയെ എൻ്റെ കുട്ടിക്ക് കിട്ടുവോളാം. എന്തൊരു ചിന്താഗതിയാണ് ഇവക്ക്, വൃത്തികെട്ട നാറി. ഷീ ഷോസ് ഹൗ എ ഗേൾ ഷുഡ് നോട്ട് ബി കറക്റ്റ്. അയ്യോ മുസ്ലിം ആൻറ്റി ഹായ്, ഒന്നുമല്ലാത്ത പീറെ. അവളെ പോലെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല. സത്യം, ഇപ്പം കിടന്ന് അഭിനയിച്ചുള്ളതാണ്. ജാസ്മിൻ്റെ പുറകെ വാലാട്ടി നടക്കുകയാണ്. ചേച്ചി അസ്ല ജാസ്മിനെ എന്തായിരുന്നു ഇഷ്യൂ ഒന്ന് ബ്രീഫ് ചെയ്യുമോ? സോറി, ഗുഡ് ക്വസ്റ്റ്യൻ. അസ്ല അത്യാവശ്യം ഈ സെക്ഷുവലി നമുക്ക് കുറച്ചധികം ഡൗട്ട്സ് ഉണ്ടാവില്ല, സ്ത്രീ സഹജമായ ഡൗട്ട്സ്, വജൈനയിൽ ഇച്ചിങ്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ. അതുമായിട്ട് നന്നായി വീഡിയോ ചെയ്ത നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് അവൾ. എഡ്യൂക്കേറ്റഡ് ആയിട്ട് അത് ചെയ്യുന്നതാണ്. അപ്പോൾ അവൾക്കും പ്രണയം ഉണ്ടായിരുന്നു, ഫ്ലോപ്പായി, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. അതൊന്നും നമ്മുടെ ഒരു പേഴ്സണൽ കാര്യമാണ്, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നന്നായി കണ്ടന്റ് ചെയ്തിരുന്ന അവൾക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലേക്ക് അവളെ ഇന്റർവ്യൂ എടുക്കാനും വിളിക്കാനും അവളുടെ ബോൾഡ്നെസ് തന്നെയാണ് അതിൻ്റെ ഇത്. അപ്പം അവൾ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു മീഡിയ കണ്ടിട്ട് അവളെ ഒട്ടി, ഇപ്പം കടപ്പുറം വന്ന് എന്നെ ഒട്ടിന്ന് 50K അടിച്ചോണ്ട് പോയത് കണ്ട അതേപോലെ ഒരു ഒട്ടലാണ് ജാസ്മിൻ പോയി അസ്ലയെ ഒട്ടിയപ്പം അവളുടെ പേരൻസ് അവളുടെ വളർത്തിയ രീതിയും അവളുടെ ആ ഫ്രീഡവും ഒക്കെ അവൾക്ക് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് മേളിൽ മോള് ചീത്തയായി പോകില്ല എന്ന് ആ ഉമ്മക്ക് ഉറപ്പുണ്ട്.
അതുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം, അതായത് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ ഡിഫിനിഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ കയറ് പൊട്ടിക്കില്ല എന്നത്. ജാസ്മിൻ ഇച്ചിരി ശ്രദ്ധിക്ക്, കാണിച്ചു കൊടുക്കപ്പോഴേ ജാസ്മിൻ മൂക്കളാരാധകരുണ്ട്, വരുന്നുണ്ടല്ലോ, കുറേ പേര് വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അസ്ലയെ കൂട്ടുപിടിച്ച് അത്യാവശ്യം കൊളാബ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്തോ കൊളാബോ അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ടല്ലോ, പ്രൊമോഷൻസ്, അത് ഇഷ്ടം പോലെ ആൾക്കാർ അസ്ലയ്ക്ക് ഉണ്ടായിരുന്നു. അസ്ലയുടെ കയ്യിൽ നിന്ന് ആ പ്രൊമോഷൻസിന്റെ എല്ലാം ഇത് ഇവള് വാങ്ങിയെടുത്തു. ഇവളത് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല, 1 മിനിറ്റ് വീഡിയോ, 1 മിനിറ്റ് ഷോർട്സ് ചെയ്യുന്നതിന് 35,000 രൂപയാണ് അവൾ ചാർജ് ചെയ്യുന്നത് 1 മിനിറ്റ് ഷോർട്സിന്. അപ്പോൾ അവക്ക് ഇതേ സെയിം തിങ് അസ്ലയും ചെയ്യുന്നുണ്ട്. അപ്പം അസ്ല വിവാഹവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബിസി ആകുന്ന സമയത്ത് അവളുടെ കൊളാബ് എല്ലാം ഇവക്ക് കിട്ടും. അതായത് സൗഹൃദം എന്നത് ഉപയോഗിക്കാനുള്ള ഒരു സംഗതിയാണെന്നാണ് അവൾ വിചാരിച്ചത്. അതിൽ കൂടെയാണ് അവൾ ചെയ്തത്. ആ സമയത്ത് അസ്ലയുടെ സുഹൃത്താണ് അഫ്സല്. അസ്ലയുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ഒരു പയ്യനാണ് അഫ്സല്. ജെന്നുവിനാണ്, ഓർത്തോണം. അസ്ല ആപ്റ്റല്ലേ, അസ്ല മാളി നല്ല സൂപ്പർ കുട്ടിയല്ലേ, കാണാൻ എന്ത് ചന്തമുള്ള കുഞ്ഞാ, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, സൂപ്പറാണ്, അവളെ കുടുംബവും ഒക്കെ സൂപ്പറാണ്, നല്ല കുട്ടിയാണ് ആ കുട്ടി. എന്താ അഫ്സലിന് അവളെ നോക്കണമെന്ന് തോന്നിയില്ലേ? അവൾ അങ്ങനെയല്ല, അവൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. കാണുന്നവരെല്ലാം പ്രേമിച്ച് കിടക്കുക എന്നുള്ള അവളുടെ രീതിയല്ല. അപ്പൊ അവൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അഫ്സലും ഇവളും തമ്മിൽ പയ്യ അടുത്തു. അത് ഇന്ന് വിവി എന്ന് പറയുന്ന ചാനലുണ്ടല്ലോ, അതിനകത്ത് അവർ പോയ പിന്നെ ടൂറിസ്റ്റ് ഹോമിന്റെ ഇത് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഇവർ രണ്ടും പരിചയപ്പെടുന്നു, ഇവർ രണ്ടും പ്രണയത്തിലാകുന്നു. ബിൻസ തിരിച്ചു വരൂ പ്ലീസ്. അതാര്? പിന്നെ രണ്ടുപേരും പ്രണയത്തിലാകുന്നു, ഭയങ്കര പ്രേമമാകുന്നു. ഈ പ്രേമം അറിയുന്ന ഉന്നാക്ക പിൻവാങ്ങും. അപ്പൊ ഉന്നാക്കായും ഇവളും തമ്മിൽ പിരിയാനുള്ള കാരണം തന്നെ അഫ്സലാണ്. അത് ഇപ്പോഴാണ് ഉന്നാക്ക വന്ന് പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ എന്താ പറഞ്ഞേ? ഞാൻ പോലും പറഞ്ഞത് എന്താണ്, ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ട റിസോർട്ടിലൊക്കെ കൊണ്ട് നടക്കടി, നീ അവളെ ചീത്തയാക്കാനല്ലടി ആ പെണ്ണിനെ കൊണ്ട് റിസോർട്ട് കയറി നടക്കണേ. ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്. ഞാൻ ജാസ്മിന് വേണ്ടിയിട്ടാണ് അസ്ലയെടുത്ത് ആദ്യം അടി കൂടിയത്. നീ ആ പെങ്കൊച്ചിനെ കൊണ്ടുപോയി ചീത്തയാക്കുകയാണല്ലേ എന്നാ ഞാൻ ചോദിച്ചേ. അപ്പോ നമുക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അങ്ങനെയാണ് ജാസ്മിൻ പെർഫോം ചെയ്തത്. പക്ഷേ അസ്ലയുമായി സംസാരിക്കുമ്പോൾ അസ്ല ഈ എവിഡൻസ് എല്ലാം എനിക്ക് ഇട്ട് തന്നിട്ട്, ഇനി താത്ത പറ, ഞാനാണോ അവളെ കൊണ്ടുപോയത്, ഇനി താത്ത പറ, ഇതിനകത്ത് ഞാനാണോ ഇൻവോൾവ്ഡ് ആയത്, ഞാനാണോ തലേന്ന് തട്ടമെടുക്കാൻ പറഞ്ഞത്? ആ ചോദ്യം എനിക്കുമുണ്ട്. ഇവിടെ വന്ന് നിന്നു കടപ്പുറത്തെ കടപ്പുറം കക്കൂസ് ഇവിടെ വന്ന് നിന്ന സമയത്ത് തലേന്ന് തട്ടെടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ട് അതാരുടെ തലയിലാ വരുന്നേ? ഞാൻ പഠിപ്പിച്ചെന്ന്. ഞാൻ തട്ടിടാറില്ല, എനിക്കങ്ങനെ തോന്നാറില്ല. തോന്നിയാ ഇടും, ഇല്ലെങ്കിൽ ഇടൂല. പക്ഷെ ആ കൂടെ നിൽക്കുന്നവർ ഇടരുതെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ ഉമ്മ മക്കനായിട്ടുണ്ട് കിടക്കുന്ന സ്ത്രീയാണ്, ഞാൻ അവരെ വിലക്കാറില്ല. എന്തിനി? അതവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ആ ഫ്രീഡം കിട്ടുന്നതല്ല. ഇവിടെ വരുമ്പോൾ അത് എൻ്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ പറ്റും എന്നുള്ള ടേമിലാണ് കടപ്പുറം കക്കൂസ് തലയിൽ തട്ടമെടുത്തത്. ഈ രീതി തന്നെയാണ് അസ്ലയുടെ തലയിൽ അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ തട്ടം ഉപേക്ഷിക്കുന്നു. തട്ടമില്ലാതെ നടന്നാൽ എന്താ കുഴപ്പം? അവിടെ അസ്ലയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇനി അസ്ല കൊടുത്ത പിന്നെ ക്രീമാണ് അവൾ പബ്ലിഷ് ചെയ്തെന്നൊരു ധ്വനി അവളുടെ വാക്കുകളിലുണ്ടായിരുന്നു. അതായത് കിഡ്നി പോയ ക്രീമില്ലേ, അത് കൊടുത്തത് അസ്ല കൊടുത്തതാണ് എന്നാണ് അവൾ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചത്. പക്ഷെ അസ്ല അതിന് തടയിട്ടു. അസ്ല ഒരു വീഡിയോ ചെയ്തു, ആ ക്രീം ഞാൻ പ്രൊമോട്ട് ചെയ്തതല്ല, ഞാൻ പ്രൊമോട്ട് ചെയ്യുകയുമില്ല. ഇനി എങ്ങനെയെങ്കിലും ഞാൻ അറിഞ്ഞാൽ, ഇനി അസ്ലയാണ് ആ പ്രശ്നം, അല്ല ഈ ക്രീം ഒരു പ്രോബ്ലം ആണെന്ന് ഞാൻ അറിഞ്ഞാൽ ആ ക്രീം ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. ഇവൾ ഭീഷണിപ്പെടുത്തി. അസ്ലയ്ക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ അവളുടെ ഹസ്ബൻഡിന്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടാണ്. അത് ആ കുട്ടി എന്നെ പറയും, ധൈര്യമായിട്ട് അവൾ ഒന്ന് പറയും. ആ ഇഷ്യൂ ഞാൻ പുറത്താക്കും എന്ന് പേടിപ്പിച്ച് അവളെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഈ ക്രീം ഇഷ്യൂ അവളെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. പക്ഷെ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അത് അസ്ലയല്ല, നീ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെയും ടാർഗറ്റ് ചെയ്തു. ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്തു. കൈസിനെ ടാർഗറ്റ് ചെയ്തു. ബാക്കി എല്ലാവരും അവരവരുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. JBI TV മാത്രം ഡിലീറ്റ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ അവൾക്ക് അവിടെ മുട്ടാൻ പറ്റത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ അടുത്ത് ഒരു കളി നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ മാറി. ബാക്കി ഇവരെയൊക്കെ അങ്ങ് ഒതുക്കി. അവൻ്റെ അടുത്ത് ഇങ്ങനത്തെ പൈങ്കിളി കസ്റ്റമർ ഇല്ലല്ലോ. അവൻ്റെ സബ്സ്ക്രൈബർ പൈങ്കിളികൾ കുറവാണ്, വളരെ കുറവാണ്. കുറച്ച് ജെന്യുവിൻ ആൾക്കാരാണ് അവിടെ പോയിരിക്കുന്നത്. എത്ര യുക്തിവാദികൾ, ആ റിലേറ്റഡ് ആൾക്കാരാണ് JBI TVയുടെ. അപ്പൊ അവനെ അത്ര പേടിക്കേണ്ട കാര്യം. പക്ഷെ പൈങ്കിളി ടീംസാണ് ഇവരൊക്കെ. പൈങ്കിളികളുടെ ആളുകളാണ് ഖൈസും ബാക്കിയുള്ള ടീമുകളും. ഇവന്മാരെ നന്നായിട്ടങ്ങ് വിലക്കി, യുവമാരെ പേടിപ്പിച്ച് ഇവള് വിലക്കി നിർത്തി. ഈ വിവരമാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. എനിക്കത് ഫേവറായി തോന്നിയില്ല.
എനിക്കത് തീർച്ചയായിട്ടും പൊതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് തോന്നി. അതൊരു ക്രീം ഇഷ്യൂ മാത്രമല്ല, അതൊരു സോഷ്യൽ ഈവിളാണ്. തന്റെ കയ്യിൽ 1 മില്യൺ ആൾക്കാരുണ്ട്. എന്റെ ഈ 1 മില്യനെ വെച്ച് ഞാൻ നിന്നെ വിടൂല, ഞാൻ ചെയ്യൂല. കടപ്പുറം മാറ്റി കക്കൂസ് എന്ന് വിളിക്കാവുന്നതാണല്ലോ. ഇപ്പം കടപ്പുറം കക്കൂസ് എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് ഈ 1 മില്യൺ വെച്ച് ഞാൻ എല്ലാവരും വെട്ടും നിരത്തും എന്നാ പറഞ്ഞത്. ഈ കടപ്പുറം കക്കൂസിന്റെ കേസ് തന്നെ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? അത് ഞാൻ ഒരു ദിവസം പബ്ലിഷ് ചെയ്യും. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇത്താടുത്ത ദേഷ്യമില്ല, പക്ഷെ ആ കക്കൂസിനെ ഞാൻ വെറുതെ വിടൂല. കാരണം ആ കക്കൂസാണ് അവളെ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് കളിയാക്കിക്കൊണ്ടിരുന്നത്. കാരണം അവളും അസലയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അസലയിൽ നിന്നാണ് ജാസ്മിൻ പോക്കാണ് എന്നുള്ളത് ഈ കക്കൂസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആ കക്കൂസ് തന്നെയാണ് എൻ്റെ അടുത്തും പറഞ്ഞത്, ഒന്ന് കേട്ടു നോക്കൂ, നിങ്ങൾ രണ്ടുപേരെയും കേൾക്കൂ, എന്നിട്ട് തീരുമാനമെടുക്കൂ. ഈ പൈങ്കിളിയിലേക്ക് ഞാൻ ഇല്ല കൊച്ചെ, എന്നെ വിളിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഇല്ല, രണ്ടുപേരെയും താത്ത കേൾക്കൂ, കേൾക്കുമ്പോൾ താത്താക്ക് മനസ്സിലാകും. അങ്ങനെ ഈ രണ്ടുപേരുടേതും ഞാൻ കേട്ടതിൽ നിന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് അസലയ്ക്ക് കൂപ്പം നിൽക്കണമെന്ന്. അന്ന് ഈ ഗാലറി മുഴുക്ക അസലയ്ക്ക് അഗൻസ്റ്റ് ആണ്. എനിക്ക് വേണമെങ്കിൽ അസലയെ പറഞ്ഞാൽ മാത്രം മതി, ഞാൻ ടോപ്പ് ലെവലിലേക്ക് പോകും. പക്ഷെ ഞാൻ അസലയെ പറഞ്ഞില്ല. അസല എനിക്കെതിരെ സംസാരിച്ചതിന് ശേഷവും, അതായത് പിന്നെ സായിയുടെ അടുത്തൊരു വോയിസ് കൊണ്ട് കൊടുത്തു. സായിയുടെ അടുത്തൊരു വോയിസ് കൊണ്ട് കൊടുത്തിരിക്കുന്നു, അവരെ ചാനൽ എങ്ങനെയും പൂട്ടിയാൽ മതി, അവരെങ്ങനെയും നശിച്ചാൽ മതി, അവരെ കൊണ്ട് എനിക്ക് ശല്യമാണ് എന്ന് ഞാൻ വിളിച്ച് അസലെടുത്ത് ചോദിച്ചു, നീ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? താത്ത എന്നെ പെരട്ടി പറയിച്ചതാണ്, എനിക്ക് വേറെ വഴിയില്ല. നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ അടുത്ത് എന്നെ കൊണ്ടാകത്തില്ല. അതൊരു ജെനുവിൻ ടോക്കായിട്ട് എനിക്ക് തോന്നി. ആ കുട്ടി ട്രാപ്പിഡാണെന്നേ, ആ കുട്ടി ട്രാപ്പിഡാണ്. അതിനെ സേവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇവക്ക് ഇത്രയും ഗുണ്ടാസംഘമുണ്ട്, ആ കൊച്ചിന് ആരുമില്ല, അതിന്റെ ഉമ്മായും പാപ്പായും അല്ലാതെ, അതിന്റെ ഹസ്ബൻഡും അല്ലാതെ വേറെ ആരുമില്ല. ആ ചെറുക്കനെ നമ്മളൊക്കെ കളിയാക്കണം ജുംജുക്കാന്ന് പറയുന്നത്. അപ്പോൾ ആ ചെറുക്കൻ ഒരു പാവം കുട്ടിയാണ്. അത് വളരെ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എനിക്കിതിനകത്തൊന്നും താല്പര്യമില്ല, പക്ഷെ അവളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്ന, ഭാര്യയെ ജോലിക്ക് വിടാൻ ആഗ്രഹിക്കുന്ന പുരോഗമനവാദമുള്ള ഒരു പയ്യനെയാണ് ഞാൻ അതിനകത്ത് കണ്ടത്. എനിക്ക് ആ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി. 100% ഞാൻ ചെറുക്കനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ അവക്കൊപ്പം നിന്നത്. അപ്പൊ ഇതാണ് അതിനകത്ത് നടന്നത്. അവർ തമ്മിലുള്ള ക്ലാഷ് ഇതാണ്. ഈ ക്രീം കേസ് അവളെ തലയിൽ വരണം, ഇവളെ തട്ടമൂരിയത് അവളെ തലയിൽ വരണം, ഉണ്ണാക്കായ തേച്ചത് ഇവളുടെ തലയിൽ വരണം. റിസോർട്ടിൽ കൊണ്ടുപോയത് മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണാക്ക പോയതെന്ന് പറയുന്നു. ഉണ്ണാക്ക റിസോർട്ടിൽ കൊണ്ടുപോയത് കൊണ്ട് തേച്ചതല്ല. ഉണ്ണാക്ക കളഞ്ഞിട്ട് പോയത് അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ടാണ്. അഫ്സലുമായിട്ടുള്ള ഇവളുടെ റിലേഷൻഷിപ്പ് അത് അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, അവന്റെ ചാനലിൽ അവൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത് കണ്ടിട്ടാണ് എനിക്ക് വേണ്ടാന്ന് വെച്ചതെന്ന്. അത് തെളിവായിട്ട് അഫ്സല് പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങി 7 മാസമായെന്ന്. ഉന്നാക്കയുമായിട്ട് സെപ്പറേഷൻ ആയിട്ട് ഇന്നേക്ക് 4 മാസമേ ആവുന്നുള്ളൂ. നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. ജാസ്മിന്റെ ശത്രുവാണോ ഈ ചേച്ചി? അറിയുന്നവർ ഒന്ന് പറയൂ. എനിക്ക് ഈ സംഭവം അറിയില്ലാതാ. പ്രിയ, ഒരു വിഷയം ഞാൻ പറഞ്ഞു, ഞാൻ അവളുടെ ശത്രുവോ മിത്രമോ ഒന്നുമല്ല. ഒരു വിഷയം പറഞ്ഞു നിനക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഞാൻ എന്താണെന്ന്. ഞാൻ ഒരു വിഷയത്തിൽ ഇവർക്ക് തമ്മിലുള്ള ഒരു ക്ലാഷിൽ ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയത് അവരെ ശല്യം ചെയ്ത് മാറി നിൽക്കുക, നീ ടാങ്കോ ഗേളാണ്, നീ കൂടുതൽ ഇല്ലാത്ത കൊണാഫിക്കേഷൻ ഒന്നും ഈ പെങ്കൊച്ചിന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞതിന് എൻ്റെ മകനെ കല്യാണം ആലോചിച്ചു, അവൾ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഞാൻ അവളെ ടാങ്കോ ഗേളെന്ന് പറഞ്ഞതെന്ന് അവൾ പറഞ്ഞേ. ഞാൻ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. കാരണം മകനെ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണ പോലുമില്ല. ഇവൾ ഇങ്ങനെ ഒരു ക്യാരക്ടറാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ആ വോയിസുകൾ ഒന്നടങ്കം ഞാൻ പബ്ലിഷ് ചെയ്തത്. അതിനും JBI TV ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്തോ വ്യക്തിവൈരത്തിന്റെ പേര് ഞാനത് ഭയങ്കര റീലായിട്ട് വിട്ടെന്ന്. അതൊക്കെ അവന് പലതും തോന്നും. കാരണം അവൻ നിൽക്കുന്ന പൊസിഷൻ, ഞാൻ നിൽക്കുന്ന പൊസിഷനിലേക്ക് ഒരു ദിവസം അവൻ വന്ന് നിന്നാലേ ഞാൻ പറയണ എന്താണെന്ന് അവന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവനത് പിടികിട്ടത്തില്ല. അതുകൊണ്ട് അവനെ പറ്റി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര വെടല സ്വഭാവം ആയതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തത്. അവന് ജാസ്മിനെ തൂക്കി തലവെക്കണം പേടിയാണ്. ഷെഫീനാക്ക പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുഞ്ഞാ ബാധിക്കപ്പെട്ടത്. ഇന്നും പലരും വന്ന് മോൻ്റെ പേര് വൾഗറായിട്ട് എഴുതി വെക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത് അതുകൊണ്ടാണ്. എൻ്റെ കുഞ്ഞിനെ തൊടാതിരിക്കുക. സോഷ്യൽ മീഡിയയിലോ ഇതുപോലുള്ള ഒരു സാധനത്തിലോ ഇല്ലാത്ത എൻ്റെ കുഞ്ഞിനെ എന്തിനാ അവൾ വലിച്ചിടണം? എൻ്റെ കുട്ടി ഇതിനകത്തില്ല. ഇല്ലാത്തതിനടുത്ത് എൻ്റെ കുട്ടീനെ വിളിച്ചിട്ടത് അത് എന്താ പറയണേ? ഞാൻ അത്രയും മനസ്സ് നിറഞ്ഞ് വിഷമിച്ച അവസരങ്ങളുണ്ട്. ഞാൻ അത്രയ്ക്ക് പൊട്ടിപ്പോയ അവസരങ്ങളുണ്ട്. എൻ്റെ കണ്ണീന്ന് കണ്ണീര് വന്നു ഈ എൻ്റെ കുഞ്ഞ് ഇതിനകത്ത് വലിച്ചിട്ടപ്പം. ഇന്ന് അതിന് പകരമാണ് ഇന്ന് ഇവക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ഒക്കെ. ഇതൊന്നും പോരാ. ഇവൾ ഇതിനേക്കാൾ അനുഭവിക്കണം. കാരണം ഇവൾ കാരണം കരഞ്ഞ ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടതാണ്. ജാസ്ലയ്ക്കും എൻ്റെ മകനും ഒരേ പ്രായമാണ്, കുട്ടികളാണ്. അവർക്ക് ജീവിക്കണ്ടേ? ഇവള് കാരണം പേടിച്ച് ഇവളെ ഭയന്ന് ബാക്കിയുള്ളവർ ജീവിക്കണോ? എന്തടിസ്ഥാനത്തിൽ? ഇവളെ അഹങ്കാരം ഉണ്ടെങ്കിൽ ഇവള് KD ജാഫറിന്റെ അടുത്ത് കാണിച്ചാൽ മതി. ബാക്കിയുള്ളവരുടെ അടുത്ത് കാണിക്കുന്ന എന്തിനാണ്? പെൺകുട്ടികളാണോ? പെൺപിള്ളേർക്ക് അപമാനമാണ് അവള്.
ഇന്നിപ്പോൾ കാണിച്ചത് കണ്ടില്ലേ? ആ ചെറുക്കൻ്റെ കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ ഗബ്രിക്ക് വേണ്ട അറ്റൻഷന് അവള് പിടിച്ചെടുക്കുമോ? അവന് അറ്റൻഷൻ വേണം, അവന് കെയർ വേണം, അവൻ മെന്റലി ഡൗൺ ആണ്. മനുഷ്യന്റെ ഹാർട്ട് അറ്റാക്ക് വരും ഇവിടെ. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഒരാൾ പോയാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുവോ? ആ ചെറുക്കൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോകുമ്പം ഇവള് ഉടനെ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അതിനെ കവറപ്പ് ചെയ്തുകൊണ്ട് എന്ത് പോക്കൃത്തരമാണ് അവൾ കാണിച്ചത്? ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയല്ല ഇന്ന് അവൾ കളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവളുടെ പോയി മുഖം പുറത്തേക്ക് വന്ന സിബിൻ വന്നതുകൊണ്ടാണ്. നാളിതുവരെ അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഭയമായിരുന്നു അവളെ. കാരണം അവളെ തൊട്ടാൽ ഗബ്രി ചാടി വീഴും, ഗബ്രിയെ പറഞ്ഞാൽ അവൾ ചാടി വീഴും. ഗബ്രിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവൾക്കാണ് പ്രശ്നം. എന്നിട്ട് നോക്കിക്കണം, നോമിനേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗബ്രിയാണ് വരുന്നത്. അവള് സേഫാ, അതാണ് അവളുടെ പ്ലേ. ഇപ്പോഴും അവള് വല്ല ക്യാരക്ടർ ആയിട്ടാണ് നിൽക്കുന്നത്, അതവൾക്ക് തോന്നുന്നതാണ്. പ്രതിക്കൂട്ടി നിൽക്കുന്ന ബിഗ് ബോസും സായിയും അവളുമാണ്, ഗബ്രിയല്ല. ഗബ്രി സേഫാണ്. ഞങ്ങൾക്കൊക്കെ മനസ്സിലായത് ജാസ്മിൻ ഒരു കോഴിയാണെന്നാണ്. പുറത്തൊരുത്തന്നെ വാക്കു കൊടുത്ത് ഉറപ്പിച്ച് വന്നിട്ട് വീട്ടിനകത്ത് വന്ന് വേറൊരുത്തരുമായി പ്രണയമാണ്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാനൊക്കത്തില്ല എന്ന് പറയുന്ന അവളുടെ ഉള്ളിലുള്ള കോഴിത്തരമാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്കതാണ് മനസ്സിലായത്. അവൾ പക്ക കോഴിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. കടതൽ കൂട്ടമാണ് ടീച്ചറെ ഒരുങ്ങിക്കുള്ളൂ. എന്തുപറ്റി? അയ്യോ, അത് അവരുടെ പിന്നെ പളവേഴ്സാണ്. അത് നമ്മൾ അതിനകത്ത് മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. അത് എന്താ പറയണേ, നമ്മുടെ സൊസൈറ്റിയിൽ 90% കോഴികളാണെന്നുള്ളൊരു തെളിവാണ് ഇതായിരുന്നത്. 10% മാത്രമേ ഉള്ളൂ. കക്കൂസാ റസീന നൗഷാദ് എന്ന് പറയുന്ന കടപ്പുറം കക്കൂസ്. അതിന് ഞാൻ ഏതാ നിന്റെ ഉമ്മ? ജാസ്മിൻ കമ്മിറ്റഡ് ആണോ? ആണല്ലോ, അത് അവള് തന്നെ പറയുന്നില്ല, ഇനി ഞാൻ പറയണോ? ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ തന്നെ പറയുകയല്ലേ. ജാസ്മിൻ കമ്മിറ്റഡ് ആണ്, അഫ്സലുമായിട്ട് കമ്മിറ്റഡ് ആണ്. അഫ്സലിനെ കൊണ്ട് നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി എൻഗേജ്മെന്റ് നടത്തിയ ശേഷം പിന്നെ ഗബ്രിയുമായിട്ട് എന്തുവാ പ്രണയം? ജാസ്മിനാണ് കോഴി. നിങ്ങൾ കോഴിയെന്ന് ഗബ്രിയെ പറയരുത്. ഒരു കാരണവശാലും ഗബ്രിയെ നിങ്ങൾ ആക്രമിക്കാൻ നിൽക്കരുത്. ഗബ്രി അല്ല ഇതിനകത്ത് മിസ്റ്റേക്ക്. ഗബ്രി അവിടെ എന്തായാലും ഒരു ലവ് കോംബോ വന്നേനെ. അത് കൊണ്ടുവരേണ്ടിയിരുന്നത് ശ്രീതുവായിട്ടായിരുന്നു. ശ്രീതു ആണെങ്കിൽ അത് സൂപ്പർ ആയിരുന്നേനെ. പകരം ഇവള് അവനെ അടിച്ചെടുത്തതാണ്. അവന് ശ്രീതുവിനോട് ഇതുണ്ടായിരുന്നു. പിന്നെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ക്രഷ് തോന്നുന്നേ. അവൾക്കിപ്പോൾ തോന്നിയില്ലേ? അവൾക്ക് അവൻ്റെ കൂടെ തോന്നി. ഈ മറ്റേ അഭിഷേക് കുറച്ചുകൂടെ സോപ്പിട്ട് പറയുമെങ്കിൽ ഇനി അവൻ്റെ കൂടെ തോന്നും. അതൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷെ ഈ പിടിച്ചെടുത്ത് അടിച്ചു മാറ്റിയിരിക്കുന്ന ഇവള് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അവൻ പലപ്പോഴായിട്ട് എടുത്തു പറ. അതെന്താ ബിഗ് ബോസ് കാണിക്കാതിരുന്നേ? ശ്രീതു സൂപ്പറാണ്, ഞാൻ ശ്രീതുവിനൊന്ന് ഇതാക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, പറ്റൂല. അവിടെയൊക്കെ തട നിന്നത് ആരാണ്? ജാസ്മിനല്ലേ. ഈ ചെറുക്കൻ മറ്റൊരാളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കാതെ അത്ര രീതിയിൽ അത് തടയിട്ടതാരാണ്? ഈ കോഴിയല്ലേ. ഇവള് കോഴിയാണ്. ഇവളൊരു കാക്കാത്തി വന്നേക്കുന്നത്. അവള് കാക്ക, എല്ലാരെയും കാക്ക. ലാലി കാക്കാന്നും കൂടെ വിളി. മോലാലി കാക്ക, മമ്മൂട്ടി കാക്ക, എല്ലാരെയും കാക്കാന്ന് വിളി. സുരേഷ് കാക്ക, ദിലീപ് കാക്ക, എന്താ പേര് വിളിച്ചാക്കത്തില്ലയോ? ഗബ്രിയും കൂടെ വിളിയടി കാക്കാന്ന്. ബെബ്രി കാക്ക. ജാസ്മിനും കോഴിയാണ്. ജാസ്മിനാണ് കോഴി, ജാസ്മിനും അല്ല. ജാസ്മിനാണ് പക്കാ കോഴി. ഇപ്പൊ എത്ര പേരായി? എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഈ സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ പുറത്തുള്ളവർക്ക് മറ്റൊരു ഇമ്പാക്റ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കവറപ്പ് ചെയ്യുന്നു എന്നതിനപ്പുറം ബിഗ് ബോസ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ, കടപ്പുറം കക്കൂസിനെ പോയി നോക്ക്. കടപ്പുറം കക്കൂസ് ഉണ്ട്. അയ്യോ, ആരെ കടപ്പുറം കക്കൂസ് എന്നറിയാം. കടപ്പുറം കക്കൂസിന്റെ ഇവള് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് ഒരു ദിവസം മുൻപേ ഉള്ള ഒരു ലൈവ് ഉണ്ട്. മുഖ്യോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ആ ലൈവിനകത്ത് എന്നെ തെറി വിളിക്കുന്നുണ്ട് കക്കൂസ്. 9 ദിവസം ഇവിടെ നിർത്തി ആഹാരം കൊടുത്തതിന്റെ നന്ദി കക്കൂസ് അവിടെ കാണിക്കുന്നുണ്ട്. ആ കക്കൂസ് നടത്തിയിരിക്കുന്ന അതിനകത്ത് ഫോൺ വിളിച്ചുകൊണ്ട് ജാസ്മിൻ അറയിലാവുന്നുണ്ട്. എനിക്ക് ക്ഷമ തരണം, എന്നോട് ക്ഷമിക്കണം കക്കൂസേ, എന്നോട് ക്ഷമിക്കണം കക്കൂസ്, അൽക്കോഴി കക്കൂസ് എന്ന് ഈ കക്കൂസ് ആ കക്കൂസിന്റെ അടുത്ത് പറയും. 2 കക്കൂസും കൂടെ ഇരുന്ന് സോറി പറയുന്നുണ്ട്. തെറിച്ചി വാപ്പ നടന്ന് വിളിക്കുന്നുണ്ട്. തെറി കുടുംബം ഏതാണെന്ന് ലോകത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. തെറിച്ചിന്ന് എന്നെ പറഞ്ഞൊക്കെ ഒറ്റ മറുപടിയേ ഉള്ളൂടി, നീ തെറിച്ചിയാണ്. നീ ഇംഗ്ലീഷിൽ തെറി വിളിച്ചാലും മലയാളത്തിൽ തെറി വിളിച്ചാലും നീ തെറിച്ചിയാണെന്ന് ലോകത്തിന് എല്ലാവർക്കും മനസ്സിലായി. നല്ല ഫസ്റ്റ് ക്ലാസ് കോഴി തെറിച്ചി കോഴി ജാസ്മിൻ, അതാണ് നിന്റെ പേര്, അതാണ് കറക്റ്റ്. അല്ലാതെ മുക്കട്ട ജാസ്മിൻ ഒന്നല്ല, നീ തെറിച്ചിയാണ്, നമ്പർ 1 തെറിച്ചി. തെറിവിളി എന്ന് തന്നെയായിരുന്നു. എന്താണ് ടാങ്കോ എന്ന് ഇവളുടെ തന്നെ ഉറ്റ സുഹൃത്ത്, ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് പച്ചചെട്ടി ജിനു പറയുന്നുണ്ട്. ടാങ്കോ ആപ്പ് എന്താണെന്ന്. സെക്സ് ആപ്പാണത്. അത്യാവശ്യം ആണുങ്ങൾക്ക് തുണി പൊക്കി കാണിച്ചു കൊടുത്താൽ പൈസ ഇട്ട് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ആപ്പാണ് ടാങ്കോ ആപ്പ്. ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ ലൈവ് കണ്ട് ഗബ്രി ഐ ലവ് യു പറയുന്നു. ഇനിയിപ്പോൾ 2 പേരുടെ പ്രേമമായിക്കോട്ടെ. കാക്ക എന്ന് പറഞ്ഞ പോയി. ശരിയാ. ഇപ്പം ഇവളുടെ കള്ളക്കരച്ചിൽ ഇവളെ വാക്കി. ഞാൻ നോക്കട്ടെ
ലൈവാണോ? എന്തുവാ, ഞാൻ കണ്ടില്ല. ഇപ്പം ഇതിനകത്തിരുന്നാൽ അതൊന്നും കാണാനൊക്കത്തില്ല. അപ്പോൾ പോയിട്ട് ഞാൻ വൈകുന്നേരം വരാൻ കുട്ടികളെ. നോക്കട്ടെ ഇവർ തമ്മിൽ എന്തൊരു വൈ. എനിക്കാണെങ്കിൽ പുറത്തും പോകണമല്ല. ഈ സാധനം കാരണം രാത്രി ഉറക്കമില്ല. ഇതിങ്ങനെ കണ്ണും പിടിച്ചിരിക്കുകയാണ്. നമ്മൾ നോക്കണമല്ലോ എന്തിനാണ് സംഭവിക്കണമെന്ന്. വേണ്ടേ? അർജുൻ ശ്രീതു കോംബോ ഇനി വേണ്ട. അത് കൊള്ളത്തില്ലടേ. അതൊരു ശരിയായ സ്ട്രാറ്റജി ഇല്ല. അവൾക്ക് താല്പര്യമില്ല. കുറച്ച് കരിമീൻ വാങ്ങി കൊറിയർ അയച്ചു കൊടുക്കും. കറക്റ്റാണ്. കരിമീനും തിന്ന് നല്ല ചാപ്പാടും കഴിച്ച് തിന്ന് നക്കിയിട്ട് അവൾ അവിടെ പോയിട്ട് ബ്ലാക്ക് മെനേർക്ക് പൂട്ടിയിട്ട് വൈറ്റ് ലഗോൺ ആയതാണോ അതോ ഒറിജിനൽ വൈറ്റ് ലഗോൺ തന്നെയോ? പ്രണയ നിലോ മധുര നിലോ രണ്ടുകളെ നല്ല പത്തലുണ്ടല്ലോ, പത്തല് മാറി അട്ടി കൊടുക്കണം. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടം? എനിക്ക് എന്നെയാണ് ഇഷ്ടം. ബിഗ് ബോസിനെയാണ് ഇഷ്ടം. ജാസ്മിൻ ജാഫറാണോ പറയുന്നത്? പിന്നെ ഇനിയിപ്പോൾ വേറെ ഏത് മുല്ലപ്പൂവിനകത്ത് വേറെ ആരുണ്ട്? ചേച്ചി ശ്രീതു അർജുൻ കോംബോ ഒപ്പീനിയൻ നോട്ട് ഗുഡ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അത് ഇന്നലെ പറഞ്ഞല്ല, ഇന്നലെ ജോത്സ്യം പറഞ്ഞല്ല അത് ശരിയാവത്തില്ലെന്ന്. ശരിക്കും ഇവളെ വാരണം, ഇത്ത വിട്ടുകൊടുക്കരുത്. അയ്യേ, ഫസ്റ്റ് ഋഷിയാണ് വളയ്ക്കാൻ നോക്കിയത്, ബട്ട് വീണില്ല. ലാസ്റ്റ് ഗബ്രി എങ്കിൽ ഗബ്രി. ഇല്ല അവൾ ആദ്യം തന്നെ അവൻ കയറിയപ്പോഴേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ബിഗ് ബോസിൽ ആരെയാണ് ഇഷ്ടമെന്ന് പറയൂ ചേച്ചി. ഞാൻ എത്ര സമയമായി ചോദിക്കുന്നത്. ഷഹാന, എനിക്ക് അതിനകത്ത് ഇപ്പോഴും പ്ലെയർ ആണെങ്കിൽ സിബിൻ, പിന്നെ ഇഷ്ടം ശ്രീതുവിനെ എനിക്ക് ക്യൂട്ട് ആയതുകൊണ്ട് ഇഷ്ടം. വേറെ ആരെയും എനിക്ക് അതിനകത്ത് ഒന്നും തോന്നിയിട്ടില്ല. പ്ലെയർ അല്ല അവൾ കേട്ടോ. ജബ്രിയോട് പ്രണയമല്ല, കാമമാണ്. പ്രണയമല്ല. വീണ്ടും തുടങ്ങി ചേച്ചി ലൈവിൽ. ഇല്ലടേ, ഞാൻ നോക്കുമ്പോൾ അതിനകത്തൊന്നൊന്നുമില്ല. ചുമ്മാ ഇരിപ്പുണ്ട്. ജാസ്മിൻ പുറത്താക്കാം. എന്തിന് ബിഗ് ബോസ് അവളോട് പാർഷ്യാലിറ്റി? അവൾ അങ്ങനെ പറയുന്നില്ലല്ലോ. അവൾ ചുമ്മാ പറയണല്ലേ. അവള് മറ്റേ റൂമിലോട്ട് എല്ലുമ്പോഴേ അവൾ പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരുന്നോട്ടെ. എനിക്കും സിബൻ ശ്രീതു കറക്റ്റാണ്. എനിക്ക് അവർ രണ്ടുപേരും തന്നെ ഇഷ്ടം. ചേച്ചി സിജോ ശ്രീതു കോംബോ സൂപ്പർ അല്ലേ? അത് സൂപ്പർ ആയിരുന്നേനെ, അതും നല്ലതായിരുന്നേനെ. സിജോയും ശ്രീതുവും ഓക്കെയാണ്. ശ്രീജോ നല്ല പ്ലെയർ ആയിരുന്നു കേട്ടോ. കാര്യം അവൻ കാമക്കരാന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിലും ബിഗ് ബോസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരായിരുന്നു. ഇവക്ക് നല്ലൊരു ഒപ്പോണൻ്റ് ആയിരുന്നു റോക്കിയും സിജോയും. അവർ രണ്ടുപേരും പോയപ്പോൾ ഇവള് വിചാരിച്ച് മൊത്തത്തിൽ ഞാനങ്ങ് മെച്ചയായി, എനിക്ക് മെനയായി, ഞാൻ തന്നെ ഇനി കപ്പ് കൊണ്ടുപോകണേന്ന്. നീ കപ്പ് കൊണ്ടുപോയിക്കോ. നീ കപ്പ് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. നിന്റെ തന്തയ്ക്ക് ആവശ്യം കപ്പ് തന്നെയാണ്, അതുകൊണ്ട് കൊടുക്കണേടി. പക്ഷെ നീ എവിടെ ഉദ്ഘാടനത്തിന് പോയാലും ഞങ്ങൾ വരും കൂവായി. ജാഫറാണ് ജാസ്മിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. അവൾ തന്നെ അവളുടെ വായ കൊണ്ട് പറയുന്നത് കണ്ടില്ലേ? സത്യമാണത്. തന്തപ്പടി എന്നൊക്കെ പറയുന്നത് സത്യമായിട്ട് നമ്മൾ ആക്കിയാണ് തന്തയെ അങ്ങനെ പറയുന്നത്. തന്ത തള്ള ഇങ്ങനെയൊക്കെ നമ്മൾ പറയണത് ഒരുമാതിരി ആക്കിയാണ്, റെസ്പെക്റ്റ് ഇല്ലാതെ തന്നെയാണ്. അവൾ തന്തപ്പടി എന്നല്ലേ പറയണത്. എൻ്റെ വാപ്പായ എല്ലാവരും എൻ്റെ അത്തായ നാട്ടുകാരൊക്കെ വിളിച്ചിരുന്ന കേടി ജാഫറാണെന്ന്. എന്തൊരു ക്രെഡിറ്റാ കേടി ജാഫറിൻ്റെ മോള് പോകണമെന്ന് പറയുമെന്ന്. ഹേ, ഐ ആം ഫ്രം അമേരിക്ക. ഗബ്രി അവളോട് ഐ ലവ് യു പറഞ്ഞു. അവൾ തിരിച്ചും പറഞ്ഞു. ലൈവിലുണ്ട്. ആണോ? ഇനി അവർ തമ്മിൽ അങ്ങോട്ട് നടക്കട്ടെ. ഒരു ഓയോ റൂം ബുക്ക് ചെയ്ത് കൊടുക്കുക. അവൾ തിരിച്ചു വന്നാൽ വീണ്ടും വെളുപ്പിക്കൽ വരും, ക്രീം പ്രൊമോഷൻ, പിന്നെ നിങ്ങളൊക്കെ തിന്നാനും വരും. ഇനി അവളെ ഉയർത്തി എഴുന്നേക്കരുത്. അവൾ വരട്ടെ, അവൾ വരണ്ടെന്ന് ആരും പറഞ്ഞു. ഇന്ന് വമ്പൻ ഫൈറ്റ് ആണല്ലോ ബിബിയിൽ ജിൻഡു ആയിട്ട്. എക്സാക്ട്ലി. നിങ്ങൾ എൻ്റെ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ പ്ലീസ്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ചാനൽ അടിച്ചു കളഞ്ഞത് ഈ ജാസ്മിനാണ്. സോ അവളെ കൊണ്ട് തന്നെ എനിക്ക് ഈ ചാനൽ ആ നിലയിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ പ്ലീസ്. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കണേ, കമൻറ്റ് ചെയ്യണേ പ്ലീസ്. ജാസ്മിൻ കപ്പ് കൊണ്ടുപോകില്ല. ജാസ്മിൻ എന്നെ കപ്പടേ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ സിബിൻ കുറച്ചുകൂടെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ മാറി വരാൻ ചാൻസ് ഉണ്ട്. ജാസ്മിനാണ് കപ്പെന്ന് അവർ വിചാരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ജാസ്മിൻ്റെ വീട് എവിടെയാണ്? പത്തനംതിട്ടയിലും കണ്ടാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ലോ. മാഞ്ചിയോ ഓഞ്ചിയോ അങ്ങനെയും കണ്ടാണ് സ്ഥലപ്പേര്. അവളുടെ 2-3 പേരെ പോയി ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതും ഫേക്കാ, കണ്ടറിയ വട്ട ഫേക്ക്. ജാസ് അടിക്ക് കപ്പ് എന്ന് പറഞ്ഞാൽ സപ്പ് അടിക്കാം. ജാസ്മിന് കപ്പ് അടിക്കും പോരെ? അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സപ്പടിക്കുന്നുണ്ട്. അവൾക്ക് തന്നെയാണ് കപ്പടിക്കുക. ചേച്ചി കാർ വാഴ ഇനി എത്ര നാൾ ഇങ്ങനെ ബി ഹൗസിൽ നിൽക്കും? ഒരു ആഴ്ചയും കൂടെ പോകും. ഓൾറെഡി അവൻ നോമിനേഷനിലുള്ള ആളാണല്ലോ. ഇനി പുതിയതായിട്ട് നോമിനേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയുണ്ട്. ലൈക്ക് ചെയ്യണേ. ഇത്രയും ബോറായ ഒരു സീസൺ ഇത് ആദ്യമായി കാണും. ഒന്നുമല്ല, എനിക്ക് ഈ സീസണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പളിയല്ല, തകർക്കല്ല. നമുക്ക് ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഐ ആം റിവ്യൂയിങ് ദിസ്. വേറെ ഒരു സബ്ജക്റ്റും എടുക്കാൻ സമയമില്ലാതെ ഇതേന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സീസൺ ഇതാണ്. ഓൺലി മീം. പഴയ ചാനൽ ഓൾഡ് ചാനൽ എന്നാ പറ്റി? ഓൾഡ് ചാനൽ ജാസ്മിൻ പൈസ കൊടുത്ത് വിവിയെ കൊണ്ട് അത് റിമൂവ് ചെയ്യിപ്പിച്ചു. ഐ മീൻ സ്ട്രൈക്ക് അടിച്ചു തന്നു. ഞാനത് ഇമെയിലൊന്നും ചെക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് എനിക്ക് സ്ട്രൈക്ക് ബാക്ക് കൊടുക്കാനോ സേവ് ചെയ്യാനോ പറ്റിയില്ല. എൻ്റെ ചാനൽ അവൾ പൂട്ടിച്ചു കളഞ്ഞു.
ജാസ്മിനാണ് പൊട്ടിച്ചത്. ജാസ്മിൻ അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ ശത്രുക്കളും കൂടെ ഒന്ന് ചേർന്നു, അത്രയേ ഉള്ളൂ. പുനലൂർ ചേച്ചി ഓൾഡ് ചാനൽ അങ്ങനെ പൂട്ടിപ്പോയി. 107K ഉണ്ടായിരുന്നു സബ്. നല്ല ചാനലായിരുന്നു, ഒരുപാട് വീഡിയോസ്, 1200ഓളം വീഡിയോസ്, നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അതാണ് ഈ ശ്രീരേഖ നന്മമരം കളി. അതൊരു പാഴ് മരമേ. ഒരു ഹായ് തരുമോ? പിന്നെന്താ ഹായ് മുഹമ്മദ് അഷ്റഫ്. ഹായ് 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 ചേച്ചി സൂപ്പർ എന്നാണ് തുറന്നു പറയുന്നു. അത് തന്നെയാണ്, എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ട അങ്ങനെയാണ്. ഞാൻ ആരെയും ഭയക്കുന്ന ആളൊന്നുമില്ല. പക്ഷെ ഇവള് കാരണം എനിക്ക് എൻ്റെ ചാനൽ പോയി. ഇവക്ക് കപ്പ് കിട്ടും. പിന്നെ കപ്പ് കൊടുക്കുക, അത് ഉടായ്പിന് കൊടുക്കുന്ന കപ്പല്ലേ, ഉടായ്പകൾക്കേ കിട്ടുള്ളൂ. അത് അവൾ ഉടായ്പാണ്, അവളെ കളയത്തില്ല, അവളെ വെക്കും. ചിലപ്പം അവസാന 5 കൊണ്ടുവന്നിട്ട് കപ്പ് സിബിന് കൊടുത്താലും കൊടുക്കും. കാരണം സിബിൻ പെർഫെക്ഷനാണ്, സൂപ്പർ പെർഫോമറാണ്. ജാസ്മിൻ ഇനി ക്വിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി വെളിയിൽ വന്നിട്ട് കാര്യമില്ല. ഇനി കുറച്ച് ദിവസം കൂടെ തന്ന് കുറച്ചുകൂടെ നാറട്ടെന്നേ, ഒന്നുകൂടെ ചെയ്യട്ട്. ഇപ്പോഴേ അവളെ വെളിയിൽ കൊണ്ടുവരും. ആരും അവൾക്ക് വോട്ടിടല്ലേടെ, അവളവിടെ നിൽക്കണ്ട്. അല്ല, എല്ലാവരും അവൾക്ക് വോട്ടിടണേ, അവളവിടെ നിൽക്കട്ട്. ആരും പുറത്തേക്ക് കൊണ്ടുവരല്ലേ. മൂക്കളെ പച്ചി ജാസ്മിൻ. കോഴി ജാസ്മിൻ. സീസൺ 2 ആര്യ പറഞ്ഞ് ബിഗ് ബോസ് തട്ടിപ്പാണെന്ന്. അത് ആര്യക്ക് എങ്ങനെ തോന്നിയത് കൊണ്ടാണ്. ഞാൻ സൈക്കോ ബിക്കോസാണ്. എന്തായാലും ശനിയാഴ്ച അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു. ഞായറാഴ്ച ആ സ്റ്റേറ്റ്മെന്റിന് വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു. അവരുടെ ഭാഗം ക്ലിയർ ആക്കി. ഇനി ഇവൾ കേസ് കൊടുത്താലും നിൽക്കത്തില്ല, അതാണ് സത്യം. ഇനി കേസ് കൊടുത്താലും നിൽക്കത്തില്ല കേട്ടോ. അവൾ കുറച്ചുകൂടെ, അതാണ് ഞാൻ പറഞ്ഞു, അവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരും വോട്ടിട്ട് വിടുക, അവൾ ജയിപ്പീര്, അവൾ അവിടെ തന്നെ നിർത്തിയരാ, അവളോട് പോകാൻ പറ. അവൾ വളരെ ഫ്രോഡ് പ്ലെയറാണ്, കള്ളി. എൻ്റെ വോട്ട് സിബിന്, എൻ്റെതും വോട്ട് സിബിന് തന്നെയാണ്. ഞാൻ സിബിന് തന്നെ വോട്ട് കൊടുക്കണേ. ലൈവിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവർ. എനിക്ക് അങ്ങനെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് എവിടെ നിന്ന് ഏത് ലൈവാണ് നിങ്ങൾ കാണുന്നത്? ജിൻഡോയെ ഇഷ്ടമാണോ? ജിൻഡോ നല്ല പ്ലെയറൊന്നുമില്ല. ജിൻഡോ, ജാൻമണിയും ഒക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത പ്ലേയേഴ്സാണ്. നന്ദന പോയി കേട്ടോ. നന്ദന ബാക്കിയുള്ളവരുടെ വാക്കിൽ വന്ന് വീണുപോയി. നന്ദന ഒരു 2 വീക്സും കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ നന്ദന നല്ല പോലെ ഇച്ചിരി സിബിനെയൊക്കെ പോലെ കളിച്ചിരുന്നെങ്കിൽ കപ്പ് നന്ദന കൊണ്ടുപോയേന. ജിൻഡോയെ നിങ്ങൾക്ക് ഇഷ്ടം, എനിക്കിഷ്ടമില്ല കേട്ടോ. നോറയെ ഇഷ്ടമാണോ? നോറയെ ഇഷ്ടമായിരുന്നു. ഇന്ന് എനിക്ക് ചെറിയ പിണക്കുണ്ട്. കാരണം ചുമ്മാ ചൊറിഞ്ഞ് എന്നെ നിൽക്കുന്നു. ഒരു നാണം വേണ്ടേ, കളഞ്ഞൂടെ? ഗൂഗിളിൽ ലൈവ് ഉണ്ട്. ഐ സി, ഓക്കെ, അതിനകത്താണോ? ചേച്ചിയെ ജാസ്മിനെ കുറിച്ച് 2 പേര് ഡിസ്ക്രൈബ് ചെയ്യുക. നല്ല ഫസ്റ്റ് ക്ലാസ് കോഴിയാണ്, നല്ല അടിയുടെ കുറവാണ്. ആൺകുട്ടികളെ എങ്ങനെ വളയ്ക്കാൻ പറ്റിക്കാം എന്നുള്ളൊരു ഡിഗ്രി എടുത്തോളാണ്. ഡിഗ്രി അല്ല, PhD ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളവളാണ്. പൂജ ഇഷ്ടമാണോ? അല്ല. ജാസ്മിൻ ജാഫർ ഭയങ്കര കരച്ചിലും ബഹളവും നാടകവും ചുമ്മാ. അത് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണേ. ഇരുത്തിവിടുന്ന ഇത്രയൊക്കെ കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി? സർവ്വതും വേസ്റ്റായി. ഇത്രയൊക്കെ ഡ്രാമ കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി? സൈക്കോ വിക്കോസ് ലെവൽ, പീക്ക് ലെവലിൽ നിൽക്കുകയാണ് സൈക്കോ വിക്കോസ്. നീ എന്താണ് ഈ ബഹളമൊക്കെ ഇവിടെ കിടന്ന് കാണിക്കണത്? വാട്ട് കോക്കനട്ട് ഈസ് ഹാപ്പനിങ്? ആ ഒരൊറ്റ ചോദ്യത്തിൽ തീർന്ന്. മേക്കപ്പ് കൂടുതലാണോ? അല്ല, ലിപ്സ്റ്റിക്ക് കൂടുതലാണ്, മേക്കപ്പ് അല്ല. മേക്കപ്പൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പ്രണയനില വന്നല്ല, ഗബ്രിയായിട്ട് വീണ്ടും കിടന്ന് കെട്ടിപ്പിടിയും ബഹളമായോ? ഐ ശരി. ഓക്കെ, വീണ്ടും പ്രേമം തുടങ്ങി. വിടറേ. ഈ പന്നലുകൾ ഒരു കാലം നന്നാവാൻ പോകുന്നില്ലേ? പന്നലുകൾ ഇങ്ങനെയൊക്കെ തന്നെ, ഒന്നും രക്ഷയില്ലല്ലോ. മധുരനില എല്ലാം ജട്ടീരമായി. അവളെ പച്ച ചട്ടി ആരും കൊണ്ടുപോയാ എന്തോ എനിക്കറിയാൻ വയ്യ. ടിഷ്യൂ വെച്ച് ചേച്ചി തുടയ്ക്കാം. വേണ്ടെന്ന്, അവിടെ ഇരുന്നോണ്ട് പോട്ട്. അപ്പം ശരി, എല്ലാവർക്കും വൈകുന്നേരം കാണാം. പുതിയ അപ്ഡേഷനുമായിട്ട് നമുക്ക് വൈകുന്നേരം വീണ്ടും കാണുന്നതായിരിക്കും. തൽക്കാലം വിടയും ചൊല്ലുന്നത് ഷെഫീന ബീബി. ഡു സപ്പോർട്ട് മീ പ്ലീസ്. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. ഐ വോണ്ട് ടു ബിക്കം 100K in a soon. ചേച്ചി കോഴിക്കൂട്ടിൽ കയറിക്കോ, അവളോട് പോയി പറ. വാട്ട് അബൌട്ട് ദ സുപ്ര? ലിപ്സ് ടെസ്റ്റ് കിസ്. ബൈ ചേച്ചി, വൈകുന്നേരം കാണാം കേട്ടോ. ബൈ മോനെ.